മിൻ ദൂനി മിസാലിൻ സാബിഖ്, ആരും ചെയ്തു വെച്ചത് കണ്ടുകൊണ്ടല്ല. അല്ലാഹുവേ, നിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവനാണ് നിങ്ങൾ. നീ അല്ലാഹുവേ ഇല്ലായ്മയിൽ നിന്ന് ഒരു മോഡലും കാണാതെ ഒരാളും ചെയ്തു വെച്ചത് കോപ്പിയടിക്കുകയല്ല ചെയ്തത്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് പ്രപഞ്ചത്തെ, ആകാശ ലോകങ്ങളെ കൊണ്ടുവന്നവനെ റബ്ബേ. ഫാത്തിർ, ഫാത്തിർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആ വാക്കിന്റെ അർത്ഥമെന്ന് ഒരു സംശയമുണ്ടായപ്പോ ഒരു മലഞ്ചെരുവിലൂടെ നടന്നു പോകുമ്പോൾ രണ്ട് ആറാബികൾ ഒരു കിണറിനെ ചൊല്ലി തർക്കിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ, ഒരാൾ പറഞ്ഞു അന ഫതറതുഹ, ഇത് ഞാൻ ഉണ്ടാക്കി എന്റെ കിണറാണ്, ഇത് ഞാനാ ഉണ്ടാക്കിയത്. മറ്റേ പറഞ്ഞു അന ഫതറതുഹ, ഓ ഫാത്തിർ, ഞാനാണ് ഉണ്ടാക്കിയത്. അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും എന്റെ സംരക്ഷകൻ നീയാണ് റബ്ബേ. തവഫനി മുസ്ലിമാ, എന്നെ രാജാവായി മരിപ്പിക്കണേ എന്നല്ല പറയുന്നത്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തിത്തരയണമേ. ഒരു മുതലാളി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു രാജാവ്, അതും ഈജിപ്ത് പോലെ വലിയൊരു സംസ്കാരത്തിന്റെ പിന്തുടർച്ചയിൽ വന്ന രാജാവാണ് യൂസുഫ് അലൈഹിസ്സലാം. എന്നെ രാജാധികാരി, അന്നത്തെ ഫറോവമാർ മരിക്കുമ്പോ അവര് പിരമിഡുകൾ ഉണ്ടാക്കും, 300-600 മീറ്റർ ഹൈറ്റുള്ള പിരമിഡുകൾ. ഈ പിരമിഡ് കണ്ടില്ല, എത്രയോ മില്യൺ കണക്കിന് കല്ലുകൾ വെച്ചുകൊണ്ടുണ്ടാക്കുന്നതാ പിരമിഡ്. അതിനുള്ളിൽ എന്താ? രാജാവിന്റെ ഡെഡ് ബോഡി, മരിച്ച മയ്യത്ത് കൊണ്ടുപോയി വെക്കുന്ന ഖബറാണത് അന്നത്തെ രാജാക്കന്മാരുടെ. അങ്ങനെ ഒരുപാട് പിരമിഡുകളുണ്ട്. ഉക്സുർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഡെഡ് ബോഡികൾ കിട്ടിയത്. മമ്മികളായ ഡെഡ് ബോഡി കിട്ടിയത് ഉഖ്സുറിൽ നിന്നാണ്. കെയ്റോവിൽ നിന്നും 10-600 കിലോമീറ്റർ അപ്പുറത്ത്. നമ്മൾ ഈ കാണുന്ന ജീസയിലെ പിരമിഡിൽ നിന്നും മയ്യത്ത് കിട്ടിയിട്ടില്ല എന്ന്, അതൊക്കെ കള്ളന്മാരടിച്ചു മാറ്റി കൊണ്ടേയിരുന്നു മയ്യത്തും അതിന്റെ സാധനങ്ങളൊക്കെ. കാരണം രാജാക്കന്മാരുടെ കൂടെ ആഭരണങ്ങളും മുത്തുകളും പവിഴങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ട് ആ മയ്യത്ത് അവിടെ മറവ് ചെയ്തത്. അങ്ങനെ അവര് പ്രമാണിമാരാണെന്ന് കാണിക്കാൻ ചെയ്തിരുന്നൊരു കാലത്ത് യൂസുഫ് നബി പറയാ, എനിക്കതൊന്നും വേണ്ട, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മിസ്കീന്മാരായ പാവങ്ങളായ എത്രയോ സ്വാലിഹീങ്ങൾ റബ്ബേ നിനക്കുണ്ടല്ലോ, നിന്റെ സ്വാലിഹീങ്ങളിലേക്ക് എന്നെയും ചേർത്തിത്തരയണമേ. എല്ലാം തന്നത് നീയാണ്, ഈ ലോകത്ത് എനിക്ക് വേണ്ടത് നിന്റെ പൊരുത്തമാണ് റബ്ബേ, നന്മയാണ്. സ്വാലിഹീങ്ങളുടെ കൂടെ എനിക്കാവണം, എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണേ എന്ന് വിനയാന്വിതമായി പ്രാർത്ഥിച്ച മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം സഹോദരങ്ങളോട് അവർ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് പ്രതികാരം ചോദിക്കാൻ കഴിയുമായിരിക്കെ, മിൻ ബഅദി അൻ നസഗ ശൈത്വാനു ബൈനി വബൈന ഇഖ്വതി, ഉപ്പാ, എൻ്റെ ഉമ്മ, ഞങ്ങൾ ഒരു ഉപ്പാക്ക് പിറന്ന മക്കളായിരിക്കെ തന്നെ ഞങ്ങൾക്കിടയിൽ പിശാച് പ്രവർത്തിച്ചിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങളിൽ അനന്തര സ്വത്തിന്റെ പേരിൽ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുമയോടെ സ്നേഹത്തോടെ ജീവിച്ച എത്ര കുടുംബങ്ങളാണ് ഉമ്മയുടെ വഫാത്തിന് ശേഷം, ഉപ്പയുടെ വഫാത്തിന് ശേഷം നിസ്സാരമായ തുണ്ട് ഭൂമിക്ക് വേണ്ടി പിണങ്ങിയവർ, മിണ്ടാതെയായവർ, ആങ്ങളെയും പെങ്ങളും കാണാതെയായത്, ജ്യേഷ്ഠനും അനുജനും മിണ്ടാതെയായത്, ഭൂമിക്ക് വേണ്ടി, സ്വത്തിന് വേണ്ടി, ആ സ്വത്ത് കിട്ടിയാൽ എല്ലാമായോ, എനിക്ക് ഇത് വേണം, അല്ലാതെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ദുന്യാവിന്റെ വിഷയത്തിൽ അനാവശ്യമായ തർക്കങ്ങളുണ്ടായി. എത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കേണമേ, പിശാച് നമ്മുടെ മനസ്സുകൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ സഹോദരങ്ങൾക്കും എനിക്കുമിടയിൽ പിശാച് ഒരുപാട് കളി കളിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിരുന്നു പൊട്ടക്കിണറ്റ് കൊണ്ടുപോയി എറിഞ്ഞത്. അതൊന്നും അവിടെ മിണ്ടിയില്ല യൂസുഫ് അലൈഹിസ്സലാം. സ്വന്തം സഹോദരങ്ങളെ പോലും കുറ്റപ്പെടുത്തിയില്ല, കുറ്റപ്പെടുത്തിയത് പിശാചിനെയാണ്. ആ രീതിയിൽ സ്വന്തം സഹോദരങ്ങളുടെ മനസ്സുകളെ വേദനിപ്പിക്കാതെ, അവർ ചെയ്ത ഒരു തെറ്റിലേക്കും സൂചന പോലും കൊടുക്കാതെ
പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തിറങ്ങി വന്ന മഹാനുഗ്രഹം പോലും പറയാതെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കഥയാണ് യൂസുഫ് നബി പറയുന്നത്. സ്വന്തം സഹോദരങ്ങളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ അത്രമേൽ ജബറുൽ ഖാത്തിർ എന്ന് പറയുന്ന മനുഷ്യരുടെ മനസ്സുകൾക്ക് വേദനയുണ്ടാക്കുന്ന ഒന്നുപോലും ചെയ്യരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ മുതിർന്നവരും പ്രമാണിമാരുമായ ആളുകളെ, നാട്ടിൽ സ്ഥാനമുള്ള ആളുകളെ അൻസിലിന്നാസ മനാസിലഹും എന്ന് പറയും, ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങൾ അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഹബീബായ തങ്ങളുടെ മുമ്പിൽ റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു, സഹൽ ഇബ്നു അബി ഹസ്മ റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്നൊരു രംഗം. അബ്ദുറഹ്മാൻ ഇബ്നു സഹൽ എന്നവർ ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നു. അബ്ദുറഹ്മാൻ ഇബ്നു സഹൽ എന്നവർ പ്രായം കൊണ്ട് ഏറ്റവും ചെറിയവരാണ്. മുതിർന്ന രണ്ടാള് കൂടെയുണ്ട്, റാഫി എന്നവരും സഹൽ എന്നവരും. അങ്ങനെ ആ കൊച്ചുമോൻ സംസാരിക്കാൻ നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കബ്ബിർ 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 കബ്ബിർ, മുതിർന്നവർ സംസാരിക്കട്ടെ മോനെ, മുതിർന്നവർ സംസാരിക്കട്ടെ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സഹൽ എന്നവരോട് മാറി നിൽക്കാൻ വേണ്ടി പറയുന്നു. നിങ്ങളുടെ കൂടെ വന്ന റാഫി എന്നവരും സഹൽ എന്നവരും ഉണ്ടല്ലോ, അവരല്ലേ നിങ്ങളെക്കാളും പ്രായത്തിൽ മുതിർന്നവർ, അവർ സംസാരിച്ചോട്ടെ മോനെ. മുതിർന്നവരെ, കാരണവന്മാരെ, പ്രായം കൊണ്ട് മുന്തിയ ആളുകളെ, നിങ്ങളെക്കാളും ജീവിതത്തിന്റെ അനുഭവങ്ങളുള്ളവരാണവർ. പ്രായം കൊണ്ട് മുമ്പിലാണ്, അനുഭവങ്ങൾ കൊണ്ട് മുമ്പിലാണവർ, പക്വത കൊണ്ട് മുമ്പിലാണ്. അതുകൊണ്ട് മോനെ കബ്ബിർ കബ്ബിർ, നിങ്ങൾ മുതിർന്നവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കണം, അവര് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ആ മുതിർന്നവർക്ക് വേദന ഉണ്ടാകും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. 17 വയസ്സ് പ്രായമുള്ളപ്പോ യമാമയിലേക്കുള്ള യുദ്ധം, റോമിലേക്കുള്ള യുദ്ധത്തിന്റെ സൈന്യം നയിച്ചു കൊണ്ടുപോകുമ്പോ ആ സൈന്യത്തിന്റെ നേതാവായി നബി തങ്ങൾ നിയോഗിച്ചത് 17 വയസ്സുള്ള മഹാനായ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതേ ദൗത്യം പുണ്യനബി ജീവിച്ചിരിക്കുമ്പോൾ അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ ആദ്യം ചെയ്തത് പുണ്യനബി പറഞ്ഞ ആ ഒരു എക്സ്പെഡിഷൻ പോകട്ടെ, ആ ഒരു സൈന്യ നടപടി നടക്കട്ടെ എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമ തങ്ങളുടെ സൈന്യത്തെ യാത്ര അയക്കാൻ വേണ്ടി പോകുന്നു. മദീനയിലാണ് സംഭവം. അപ്പൊ ചില ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഈ 17 വയസ്സുള്ള മീശ മുളക്കാത്ത ചെറുപ്പക്കാരനെ ആണോ ഉമർ എന്നവരും ഉസ്മാൻ എന്നവരൊക്കെ അടങ്ങുന്ന, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരൊക്കെ അടങ്ങുന്ന 50, 60, 70 വയസ്സുള്ള സ്വഹാബിമാരുടെ നേതാവ് ഈ 17 വയസ്സുള്ള ആളോ? അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ നേതാവായി അയച്ചത് റസൂലുള്ളാഹി തങ്ങൾ നേതാവായി തെരഞ്ഞെടുത്ത ഒരാളെയാണ്. വയസ്സവിടെ പ്രശ്നമായില്ല. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അന്നും സംസാരം ഉണ്ടായിരുന്നു. അങ്ങനെ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ തങ്ങൾ പറഞ്ഞു, ഇൻ തുഅൻതും ഫീ, ഉസാമയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഉസാമയുടെ ഉപ്പയായ സെയ്ദ് ഇബ്നു ഹാരിസയെ കുറിച്ചും നിങ്ങൾക്ക് ഇങ്ങനെ പലതും പറയാനുണ്ടായിരുന്നു അന്ന്. എന്നാൽ അറിയണം, സെയ്ദ് ഇബ്നു ഹാരിസ എനിക്കിഷ്ടപ്പെട്ട ആളാണ്. ഉസാമ ആ വാപ്പയ്ക്ക് ശേഷം നേതൃത്വത്തിന് യോഗ്യനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഉസാമ തങ്ങൾ അവരുടെ വാപ്പയായ സെയ്ദ് ഇബ്നു ഹാരിസയ്ക്ക് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ ആരൊന്നും പറഞ്ഞില്ല. പുണ്യനബി തങ്ങളുടെ ആ ഒരു തീരുമാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടപ്പാക്കിയിട്ട് ഉസാമ തങ്ങൾ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ പുറത്ത് കയറി മദീനയിൽ നിന്ന് സൈന്യം പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ കാലിൽ ചെരുപ്പില്ലാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് മദീന പള്ളിയുടെ മുമ്പിലൂടെ മണലിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഉസാമ തങ്ങൾ ചോദിച്ചു, യാ ഖലീഫത റസൂലില്ലാഹ്, സിദ്ദീഖ് തങ്ങളെ ഇതെന്താണ്? എന്റെ കൂടെ നിങ്ങൾ നടക്കേ? പറ്റില്ല, ഞാനിവിടെ നിന്ന് താഴെ ഇറങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറണം, അല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ നടക്കാം. നിങ്ങൾ നടക്കുകയും ഞാൻ മേലെ നിൽക്കുകയും ചെയ്യുന്നത് ശരിയല്ല.
പള്ളി കമ്മിറ്റിയിലെങ്കിലും ചെറുപ്പക്കാരൊക്കെ കയറി വരുമ്പോഴേ മുതിർന്ന ആളുകളെ ആദരിക്കണം, ബഹുമാനിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു അർഹതയും ഒരു സ്ഥാനവും നൽകപ്പെടുമ്പോഴേ ഇത് എന്റെ മെച്ചം കൊണ്ടാണ് എന്നൊരിക്കലും തോന്നിപ്പോകരുത്. ഉസാമ തങ്ങൾ ചെയ്ത പണി നോക്കണം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉസാമ നിങ്ങൾ ഇറങ്ങൂല, ഞാൻ കയറൂല. വമാലിയ ലാ ഉഗബ്ബിറ ഖദമയ്യ ഫീ സബീലില്ലാഹി സാഅ. ഒരൽപ്പനേരം എന്റെ കാലിൽ ചിരി മണ്ണായി എന്ന് വിചാരിച്ച് എന്ത് കുഴപ്പമുള്ളത്, ഞാൻ നടന്നോളാം, നിങ്ങൾ ഇറങ്ങരുത്. അങ്ങനെ ചോദിച്ചു ഉസാമ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നോക്കണേ എന്തൊരു അദബാണിത്. സിദ്ദീഖ് എന്നവരാ ചോദിക്കുന്നത്. സ്വാഹിബു റസൂലില്ലാഹി ഫിൽ ഗാർ, ഹബീബിന്റെ സ്വാഹിബായ സിദ്ദീഖ് എന്നവരെ, ഉസാമ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ, സിദ്ദീഖ് തങ്ങൾ ചോദിക്കുകയാണ് ഉസാമ തങ്ങളോട്. 17 വയസ്സുള്ള മീശ മുളക്കാത്ത സ്വഹാബിയാണ്, റോമിലേക്ക് പോകുന്ന സൈന്യത്തിന്റെ നേതാവ്. 1000-ഓളം വരുന്ന സ്വഹാബിമാർ ഈ മോന്റെ ചെറുപ്പക്കാരന്റെ പിറകിലാണ് നിൽക്കുന്നത്. എന്നിട്ട് സിദ്ദീഖ് എന്നവരൊരു ചോദ്യം ചോദിച്ചു. ഇത് മാതൃകയാണ്. മുതിർന്നവർ ചെറിയ ആളുകളെ, കഴിവുള്ള ആളുകളെ റെക്കഗ്നൈസ് ചെയ്യണം, അവരുടെ നേതൃത്വം അംഗീകരിക്കണം. ചെറിയ ആളുകൾ മുതിർന്ന ആളുകളെ അവമതിക്കരുത്, ബഹുമാനമില്ലാതെ പെരുമാറുകയും അരുത് എന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമാണിത്. ഉസാമ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ, ചോദിച്ചോളൂ സിദ്ദീഖ് എന്നവരെ, എന്താ വേണ്ടത്? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ മദീനയിൽ ഒറ്റയ്ക്കാണ്. ഒരുപാട് മുർത്തദ്ദുകൾ സകാത്ത് തരില്ലെന്ന് പറഞ്ഞും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിക്കൊണ്ടും ഭീഷണി ഉയർത്തുന്ന ഈ സമയത്ത് എനിക്ക് മദീനയിലെ വിഷയങ്ങൾ പരിഹരിക്കാൻ എന്റെ കൂടെ 1-2 ആളുകളെ എനിക്ക് വിട്ടുതരണം. ഉമർ എന്നവരെ എനിക്ക് വിട്ടുതരുമോ? ഉസ്മാൻ എന്നവരെ വിട്ടുതരുമോ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവർ വേണം. ഉസാമ നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ എന്റെ കൂടെ ഞാനിവിടെ മദീനത്ത് ഒറ്റക്കായി പോകും. എന്റെ കൂടെ സഹായത്തിന് 1-2 ആളുകളെ നിങ്ങൾ വിട്ടുതരുമോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് ഉസാമ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ, ആരെ നിങ്ങൾക്ക് വേണമോ അവരെ നിങ്ങൾ എടുത്തിട്ട് ബാക്കി മതി എന്റെ സൈന്യത്തിനെന്ന് ആ നേതാവിനോട് ബഹുമാനത്തോടെ മറുപടി കൊടുത്ത ഉസാമ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഉമർ തങ്ങളും മഹാനായ ഉസ്മാൻ എന്നവരും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവരും സിദ്ദീഖ് തങ്ങളുടെ കൂടെ മദീനയിലാകുന്നത്. സമ്മതം ചോദിച്ചു വാങ്ങി. സമ്മതം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ സിദ്ദീഖ് എന്നവരെ? നിങ്ങൾ എടുത്തിട്ട് ബാക്കി മതി എനിക്ക് എന്റെ സൈന്യത്തിന് എന്ന് തിരിച്ചു പറഞ്ഞ ഉസാമ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് പറയുന്ന മറുപടി അങ്ങനെയാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആലിമായ സ്വഹാബിയാണ്. സ്വഹാബികളിൽ ആലിമീങ്ങളും ആലിമല്ലാത്തവരുണ്ട്, ഹാഫിദീങ്ങളും ഹാഫിദീങ്ങളല്ലാത്തവരുണ്ട്. സ്വഹാബികളിലെ ഉയർന്ന സ്ഥാനക്കാരായ ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് കാറ്റഗറി ഉണ്ട് അവരവരുടെ സ്ഥാനത്തിനനുസരിച്ച്. പക്ഷേ സ്വഹാബികളിലെ ആലിമും മിൻ ഉലമാഇ സ്വഹാബയാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ ജംഅ് ചെയ്യുന്നതിന് മുൻകൈയെടുത്ത മഹാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ടാസ്ക് ഏൽപ്പിച്ചത് സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളെ. സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളാണ് ഉസാമ തങ്ങളുടെ ഉപ്പ, നബി തങ്ങളുടെ പോറ്റുമോൻ. അവരല്ല, ഇത് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്ന പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങളുടെ എളാപ്പയുടെ മകൻ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു കഴുതപ്പുറത്ത് മദീന പള്ളിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ കാല് ചവിട്ടുന്ന ഒരു കയറുകൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. കാല് ചവിട്ടിപ്പിടി, അന്നത്തെ ബ്രേക്ക്. കഴുതപ്പുറത്ത് മഹാനായ തങ്ങളായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കഴുതപ്പുറത്ത് വന്നപ്പോ മഹാനവറുകൾക്ക് ഇറങ്ങാൻ വേണ്ടി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ റികാബ് കയ്യിൽ പിടിച്ചുകൊണ്ട് ചവിട്ടുന്ന സ്ഥലം കൈകൊണ്ട് പിടിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് മഹാനവറുകളെ താഴേക്ക് ഇറക്കുമ്പോ വയസ്സെത്രയെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് 20-ൽ താഴെ വയസ്സ്. 20-ൽ താഴെ. സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവർ അവരെക്കാളും എത്രയോ മുതിർന്ന വയസ്സ്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിയാണ്, തങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ ഇറങ്ങാൻ നിൽക്കുമ്പോ കാല് വെക്കുന്ന സ്ഥലത്ത് ഈ മഹാപണ്ഡിതൻ കൈ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ താഴെ ഇറങ്ങിക്കോളൂ.
അപ്പൊ പറഞ്ഞു സയ്യിദ് ഇബ്നു സാബിത്തേ, നിങ്ങളെപ്പോലുള്ള ഒരാൾ ഞാൻ കാല് വെക്കുന്ന സ്ഥലം കൈകൊണ്ട് പിടിക്കുകയോ, ഞാൻ ഇറങ്ങിക്കോളാം, പറ്റില്ല എന്ന് പറഞ്ഞു. കൈപിടിച്ചു കൊടുത്തു. മഹാനായ ഇബ്നു അബ്ബാസ് എന്നവര് കൈപിടിച്ച് ഇറങ്ങുമ്പോ ആ കൈപിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് തങ്ങളുടെ കൈ ഇങ്ങനെ മുത്തം വെച്ചുകൊണ്ട് പറഞ്ഞു, ഹകദാ ഉമിർനാ അൻ നഫഅല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനെ കാണുമ്പോൾ ഇങ്ങനെ കൈപിടിച്ച് മുത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആരാ പഠിപ്പിച്ചിട്ടുണ്ടാവുക? അൽ മുഅല്ലിമുൽ അഅ്ളം നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന തങ്ങളായ സ്വഹാബി, ചെറുപ്പക്കാരനായ മുഫസ്സിറായ സ്വഹാബി താഴെ ഇറങ്ങിയിട്ട് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവരുടെ കൈ പിടിച്ച് മുത്തിയിട്ട് പറഞ്ഞു, ഹകദാ ഉമിർനാ അൻ നഫഅല ബി ഉലമാഇനാ വ കുബറാഇനാ, ഈ ഉമ്മത്തിലെ മുതിർന്ന ആളുകളോടും ഈ ഉമ്മത്തിലെ ആലിമീങ്ങളെയും കാണുമ്പോൾ അവരുടെ കൈ പിടിച്ച് മുത്തണമെന്ന് ഞങ്ങൾ അഹ്ലു ബൈത്തിനോടും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആര് പഠിപ്പിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സയ്യിദ് ഒരു ആലിമിന്റെ കൈ പിടിച്ച് മുത്തുന്നു, ഒരു ആലിം ഒരു സയ്യിദിന്റെ കൈ പിടിച്ച് മുത്തുന്നു. ഈ രണ്ട് ബഹുമാനവും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് എന്ന് പറയുന്നത് രണ്ട് സ്വഹാബിമാർ. അതാണ് നമ്മുടെ ദീൻ, അതാണ് നമ്മുടെ ശരീഅത്ത്. ജസാക്കുമുല്ലാഹു ഖൈർ. ചെറിയ ബ്രേക്ക്. ബഹുമാനപ്പെട്ട അയ്യൂബ് ഉസ്താദ് അവറുകൾ ഒരല്പം നമ്മുടെ സ്ഥാപനത്തിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞ് അതിനിടക്ക് കുടിക്കാനുള്ള ചായ വെള്ളം, ചായക്കുള്ള ബ്രേക്കാണ് അല്ലേ ഉസ്താദ് പറയും, ചായക്കുള്ള ബ്രേക്കാന്നാ പറയുന്നത്. മാഷാ അല്ലാഹ്, ഇങ്ങനെ ഒരു ബ്രേക്കൊന്നും ഒരു വേദറിനടുത്ത് ഉണ്ടാവാറില്ല. ഒരു 10 മിനിറ്റ് കിട്ടിയാൽ സമാധാനം എന്ന് തോന്നും. അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങൾക്കൊരു വിശ്രമിക്കാനുള്ള സമയമാണ്. ഒരു 10 മിനിറ്റ് ഉസ്താദ് ചില കാര്യങ്ങൾ ഉണർത്തും. അത് കഴിഞ്ഞ് നമുക്ക് തുടരാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നല്ല ചൂടുള്ള കാപ്പിയും അതിന് കടിയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഉസ്താദ് വയല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തരണ്ടാന്ന് കരുതിയിട്ട് ഒരു ബ്രേക്ക് മൂപ്പരോട് ആവശ്യപ്പെട്ട് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഉസ്താദിനോട് വിഷയം. അത് ആളുകൾ ഇങ്ങനെ ചായ കാപ്പി കുടിക്കുക, അവിടെ ഇങ്ങനെ വയല് പറയാന്നുള്ളത് ശരിയല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ചെറിയൊരു വിശ്രമവും കിട്ടും, നമുക്കത് സ്വസ്ഥമായിട്ട് കുടിക്കുകയും ചെയ്യാം. വെള്ളം എല്ലാവർക്കും കൊടുക്കാൻ ആവശ്യമായത് നേരത്തെ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിരുന്നു. ചായ കാപ്പി അവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പ്രവർത്തകർ ഇങ്ങനെ ക്ലാസ്സിൽ ഒഴിച്ച് ഇവിടെ എത്തേണ്ട ഒരു ടൈം ഉണ്ടല്ലോ, അതിന് കൂടെ ചെറിയൊരു കടി നിങ്ങൾക്ക് തരും, എല്ലാവർക്കും തരും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. അതിലാരും സദസ്സ് ഇളകേണ്ടതില്ല. നമ്മുടെ പ്രവർത്തകർ സർവ്വസജ്ജരായി അതിനൊക്കെ നേരത്തെ റെഡിയായി ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ ഉസ്താദിനോട് എനിക്ക് പറയാനുള്ള കാര്യം, അയ്യോ ഉസ്താദ് പറഞ്ഞ വിഷയം അടുത്തോളം ഞാൻ പറഞ്ഞ വിഷയം തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞത് ഇസ്ലാമിക മൂല്യങ്ങൾ നവയുഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇസ്ലാമിക എത്തിയപ്പോൾ നമ്മളിങ്ങനെ കണക്കൂട്ടി നോക്കിയപ്പോൾ ഒരു നമുക്ക് ഇതിന് വന്ന ചെലവ് സ്ഥാപനത്തിന് നിർമ്മാണത്തിനല്ല, ഇതിന് കൺസ്ട്രക്ഷൻ വർക്കിനല്ല. കുട്ടികള് 100-100ഓളം വരുന്ന മക്കള്, ഉസ്താദുമാരടക്കം 100 ആൾക്കാരുണ്ട് ഇവിടെ. അവരുടെ ചെലവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു നോക്കുമ്പോൾ ഒരു വർഷം ഏകദേശം 40 ലക്ഷം റുപ്യാണ്. ഇലക്ട്രിസിറ്റി ഒക്കെ അടക്കം വരുമ്പോൾ അത് വരുന്നുണ്ട്. കുട്ടികളുടെ ഭക്ഷണം മാത്രം അവരുടെ ഒരു കുട്ടിക്ക് ഒരു മാസം 3000 രൂപ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഭക്ഷണത്തിനും മറ്റൊക്കെ ചെലവ് കൂട്ടി നോക്കുമ്പോൾ അങ്ങനെയാണ് ശരാശരി കിട്ടുന്നത്. അപ്പൊ ഒരു കുട്ടിയുടെ 3000 അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ 36 ലക്ഷം റുപ്യ ഒരു വർഷത്തിൽ നമുക്ക് ചെലവ് വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ കഴിഞ്ഞ ഒരു വർഷം ഇത്രയും ഭംഗിയായിട്ട് അതെങ്ങനെ നടന്നു എന്ന് ചിന്തിക്കുമ്പോൾ മാഷാ അല്ലാഹ് ഉത്തരം പറയാൻ കഴിയണില്ല. കാരണം അള്ളാഹു അത് വളരെ ഭംഗിയായിട്ട് നടത്തി തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ. ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളും നിത്യക്കൂലിക്ക് തൊഴിലെടുക്കുന്ന നമ്മുടെ സഹോദരങ്ങളൊക്കെ പാടെ മാസാമാസം പങ്കുവെച്ച് തന്നിട്ടാണ്, സത്യം നിങ്ങളോട് തുറന്നു പറയാൻ, പാവപ്പെട്ടവരൊക്കെ കൂടി പങ്കുവെച്ച് തന്നിട്ടാണ്, നമ്മുടെ ഇതിന്റെ പ്രവർത്തകർ കൂടി സഹകരിച്ചിട്ടാണ് ഈ വർഷം വളരെ സുഭിക്ഷമായി റാഹത്തായിട്ട് നമ്മൾ കുട്ടികളെ പോറ്റാൻ നമുക്ക് കഴിഞ്ഞു. ഇവിടെ വിദ്യാഭ്യാസം ഫ്രീ ആണ്. ചിലർ വിചാരിച്ചൊരു കോളേജ് ആകുമ്പോൾ ഫീസ് ഉണ്ടാവില്ലേ? ഇല്ല. കുട്ടികളിൽ നിന്ന് 5 പൈസ ഇങ്ങോട്ട് വാങ്ങണില്ല എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് ആവശ്യമായതൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. അവരുടെ ഭക്ഷണം, അവരുടെ ചികിത്സ, അവരുടെ പാർപ്പിടം, വർഷത്തിൽ അവർക്ക് ഭക്ഷണം അല്ല വസ്ത്രം, അതിനു പുറമെ അവർക്ക് അലക്കാനുള്ള സോപ്പ്, കുളിക്കാനുള്ള സോപ്പ്, പല്ല് തേക്കാനുള്ള പേസ്റ്റ് വരെ അഭിമാനത്തോടെ നിങ്ങളോട് പറയട്ടെ, ഇവിടുന്ന് 100% ഫ്രീ ആയിട്ടാണ് കൊടുക്കണം. നമ്മളെ കുട്ടികളെ കൂട്ടത്തിൽ മെഡിക്കൽ വിങ് ഉണ്ട്. അവര് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകും, വീട്ടുകാരെ അറിയിക്കാറില്ല. അപ്പൊ മിഞ്ഞാന്ന് രക്ഷിതാവ് വന്നിട്ട് എന്നോട് ചോദിച്ചു,
കുട്ടിക്ക് പനിയും കാര്യങ്ങളും കേട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ, നിങ്ങൾ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളത് ഇവിടുന്നൊക്കെ ചെയ്ത് അസുഖം മാറിയിട്ടാണ് മിക്കവാറും വീട്ടുകാർ അറിയാറുള്ളത്. ചില അസുഖങ്ങൾ നമ്മളെ വീട്ടുകാർ അറിയിക്കേണ്ടതായിട്ടുണ്ടാകും, അത്തരം കാര്യങ്ങൾ അവർ അറിയിക്കുകയും ചെയ്യും. അല്ലാതെ ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നമ്മളിവിടെ ചെയ്തു കൊടുക്കണം. അപ്പൊ എനിക്ക് സദസ്സിനോട് പറയാനുള്ളത്, കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു സദസ്സ് വിളിച്ചു കൂട്ടിയപ്പോ ആരോടും പിരിവ് ചോദിക്കണില്ല എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ, ഈ വർഷം ഞാൻ പിരിവല്ല ചോദിക്കുന്നത്, നിങ്ങളോട് ഞാൻ ചെറിയൊരു റിക്വസ്റ്റ് നടത്തുകയാണ്. നമ്മുടെ ഈ കുട്ടികളുടെ ഭക്ഷണത്തിന്റെയും അവരുടെ നിത്യ ചെലവുകളുടെയും കാര്യങ്ങൾ കുറച്ച് ആളുകൾക്ക് അങ്ങോട്ട് ഏറ്റെടുത്താൽ ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു സംശയം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ അത് ഒന്ന് സഹകരിച്ചു തന്നാൽ, നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരൊക്കെ അതിന് ഒരുങ്ങിയാൽ. ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് ഒരു മാസം വരുന്നത് 3000 ഉറുപ്പ്യാണ് ചെലവ്. അപ്പൊ അങ്ങനത്തെ 100 കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഉസ്താദുമാരടക്കം 3 ലക്ഷം ഉറുപ്പ്യാണ് ഒരു മാസം നമുക്ക് ഇവിടെ ചെലവ് ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കണം. അപ്പൊ അത് ഇതുവരെ തട്ടുമുട്ടില്ലാതെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി വരും വർഷത്തിലും അത് റാഹത്തായി പോകണമെങ്കിൽ ഈ ഇരിക്കുന്ന പുരുഷാരം, ഈ ഇരിക്കുന്ന സഹോദരിമാരൊക്കെ കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു കുട്ടിയുടെ ഒരു 3000 ഉറുപ്പ്യ ഞാൻ തരാം. നിങ്ങൾ ഇപ്പൊ കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ പേരും ഫോൺ നമ്പറും നമ്മുടെ സംഘാടകർ വരും, അവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്, സഹോദരിമാരും വരും. അവര് ബുക്കുമായിട്ട് വരുന്ന സമയത്ത് ഞാൻ തരാം ഒരു മാസത്തേക്കുള്ള ഒരു ചെലവ്. കാരണം ഒരു മുത്തഅല്ലിമിനെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഒക്കെ പാവങ്ങളാണ്, അതിൽ 10-15 ഹാഫിളീങ്ങളാണ്, അതിൽ നല്ല നല്ല മക്കളാണ്. അവരെ നമ്മൾ വളർത്തി കൊണ്ടുവരാൻ, അവർക്ക് മതപരമായ വിദ്യാഭ്യാസം കൊടുത്ത് 8 വർഷത്തെ കോഴ്സ് നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു ഡിഗ്രി കൊടുത്ത് അവരെ വിടുകയാണ്. 8 വർഷം കൊണ്ട് 8ാം ക്ലാസ്സിലെ കുട്ടികളെടുത്ത 8ഉം 9ഉം 10ഉം സ്കൂൾ വിദ്യാഭ്യാസം അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. അവർക്ക് അത് കഴിഞ്ഞാൽ +1 +2 വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. പുറത്തുനിന്ന് 5 മാഷന്മാർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു. ഇവിടെ 7 അധ്യാപകന്മാർ, ഞങ്ങൾ ഉസ്താദുമാരുണ്ട്. ഇവർക്കൊക്കെ ഉള്ള ശമ്പളം കൊടുത്തിട്ട് നമ്മൾ അവരെ വരുത്തിയിട്ട് ഇവരെ പഠിപ്പിക്കുകയാണ്. ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്. ഡിഗ്രി വിദ്യാഭ്യാസവും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ അവരെ ഇവിടുന്ന് ഇറക്കി വിടുന്നത്. അപ്പൊ അതിന് ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ള ഒരു സംവിധാനമാണല്ലോ. അതിനെ നമ്മളെ സഹായിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലാണ് 20,000, 30,000, 50,000 ഒന്നും ആരോടും ചോദിക്കണില്ല. നിങ്ങൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഒരു കുട്ടിന്റെ ഒരു കൊല്ലത്തെ ചെലവ് ഞാൻ ഏറ്റെടുത്തു, 30,000 രൂപ 36,000 രൂപ ഞാൻ തരാം എന്ന് നിങ്ങൾ പറയണമെങ്കിൽ സന്തോഷം. അങ്ങനെ പറയണവരുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു മാസത്തെ ചെലവ് 3000 രൂപ ഞാൻ തരാം. പോയിക്കോളി, നമ്മൾ സംഘാടകർ നിങ്ങളിങ്ങനെ ബുക്കെടുത്ത് നിൽക്കല്ലേ, ആളുകളെ സമീപിക്കും. അവരെത്തരും. ഈ ഭാഗത്തേക്ക് വേറെ ആൾക്കാർ പോയി. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു മാസത്തെ ഒരു 3000 ഒരു അള്ളാന്റെ ദീനിന്റെ ഇൽമ പഠിപ്പിക്കണല്ലേ. എന്റെ മക്കളെ ഒന്നും പണ്ഡിതന്മാരാക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. എന്നാൽ ഏതെങ്കിലും ആലിമീങ്ങൾ നമ്മളെ ചെലവിൽ വളരട്ടെ എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അത് കാപ്പി അവിടെ ഒഴിച്ച് ഇവിടെ റെഡിയാക്കുന്നതിന് ഇടയിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരിക്കുമല്ലോ മുഅ്മിനീങ്ങളെ. അത് പ്രത്യേകിച്ച് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആൾക്കാരെ ഉദ്ദേശിച്ചാകുമ്പോൾ അവർക്ക് ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാവൂലേ. തഹജ്ജുദിന് 4:30 മണിക്ക് എന്റെ മക്കൾ എണീക്കും. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അവർ ദുആ ചെയ്യും. ഞാൻ അവരെ പഠിപ്പിച്ചു വരുന്ന കാര്യമാണ്. അവർ ദുആ ചെയ്യും. എന്തിനറിയോ? അവരെ സഹായിച്ചവർക്ക് വേണ്ടി, ഈ സ്ഥലം തന്നവർക്ക് വേണ്ടി, ഈ ബിൽഡിംഗ് ഉണ്ടാക്കി തന്നവർക്ക് വേണ്ടി. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അവർ ദുആ ചെയ്തിട്ട് സുബഹി വാങ്ക് വിളിക്കുന്നവരെ അവർ ഖുർആൻ ഓതും. സുബഹി വാങ്ക് വിളിച്ചതിന് ശേഷം വീണ്ടും 1/2 മണിക്കൂർ ഖുർആൻ ഓതും. സുബഹി നിസ്കരിച്ചിട്ട് 20 മിനിറ്റിലേറെ വീണ്ടും ഖുർആൻ ഓതും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 3 വട്ടം അവർ കൂട്ടം കൂടിയിരുന്ന് ഖുർആൻ ശരീഫ് ഓതി തീർത്തിട്ടാ സൂര്യൻ പോലും ഉദിക്കുന്നത്. ആ സമയത്തൊക്കെ ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങൾ സഹായിക്കുന്നവർക്ക് വേണ്ടി ദ്വാരിക്കണേ. നമ്മളെ കഴിവുകൊണ്ടല്ല, നമ്മളാരെയും വ്യക്തി പ്രഭാവം കൊണ്ടല്ല ഇത് നടക്കുന്നത്. അള്ളാന്റെ അഭൗമമായ സഹായം കൊണ്ടാണ്, മുഅ്മിനീങ്ങൾ സഹകരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും ദ്വാരക്കണം എന്ന് പറയും. മക്കള് ദ്വാരുന്ന എന്റെ ദ്വാര പോലല്ലോ, മുത്തഅല്ലിമീങ്ങളെ ദ്വാ അള്ളാഹ് സ്വീകരിക്കൂലേ. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ 1-ാം ദർസിൽ കൂട്ടം കൂടി ഇരുന്നിട്ട് മക്കൾ അള്ളാഹിനോട് പ്രത്യേകമായിട്ട് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ദ്വാരക്കും. ആ ദ്വാകളിലൊക്കെ നമുക്ക് ഇടം കിട്ടും. നമ്മളിൽ നിന്ന് മരിച്ചവർക്ക് അതിന്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കും. ഈ മുത്തഅല്ലിമീങ്ങളും ഹാഫിളീങ്ങളൊക്കെ കൂടി നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതിനേക്കാൾ വലിയ നേട്ടം അല്ലല്ലോ നമ്മുടെ കയ്യിൽ ഒരു 3000 രൂപ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു 3000 രൂപന്റെ വക ഞാൻ ഒരു കുട്ടിയുടെ ഒരു മാസത്തെ ചെലവ് ഞാൻ ഇതുവരെ പിരിവ് ചോദിച്ചിട്ടില്ലല്ലോ, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇപ്പോഴും ഒരു പിരിവ് കൊണ്ട് നിങ്ങൾ ഇടങ്ങേറാക്കാൻ വേണ്ടി ചോദിക്കുകയല്ല, നിർബന്ധമായിട്ട് നിങ്ങൾ തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. നിങ്ങളെ ഇഷ്ടം പോലെ ഞാനൊരു അഭിപ്രായം നിങ്ങളോട് ചോദിച്ചതാണ്. നിങ്ങൾക്കത് തരാൻ ഖൈറാണെന്ന് തോന്നുകയാണെങ്കിൽ, ഈ സ്ഥാപനം വളർന്നു വരൽ നമ്മുടെയൊക്കെ ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം നിങ്ങൾക്ക് ഒരു 3000 രൂപ ഒരു മാസത്തെ ഒരു കുട്ടിയുടെ ചെലവ് ഞാൻ ഏറ്റെടുത്തു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഏറ്റെടുക്കുകയാണ് നിങ്ങൾക്ക് ദ്വാരക്കണ കാര്യം. എന്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. ഇവിടെ മാസാമാസം നല്ല മജ്‌ലിസ് നടക്കാറുണ്ട്. ആ മജ്‌ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ്
ഞാൻ ദുആ ചെയ്യും. ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും വരാറുണ്ട്, അവരൊക്കെ അതിന് ആമീൻ പറയും. ഈ ഒരു സൗഭാഗ്യം നമ്മുടെ ജീവിതം എന്തെങ്കിലുമൊക്കെ മുസീബത്ത് അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പോകാൻ അത് വലിയൊരു കാരണമാവുമല്ലോ. സദക്ക കൊണ്ട് മുസീബത്ത് തട്ടിപ്പോകും. പെട്ടെന്നുള്ള മരണം അല്ലാഹ് നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സദക്ക മുത്തഅല്ലിമീങ്ങൾക്കുള്ളതാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് തട്ടിപ്പോകും. മാത്രമല്ല, മരിച്ചു കിടക്കുന്ന ഖബറാളികളായ ആളുകളെ പറ്റി അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് കമസലിൽ ഗരീഖി എന്നാണ്. അവർ വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിത്താകുന്നവരെ പോലെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ അകപ്പെട്ടു പോയാൽ താഴോട്ട് കാലെത്തിയിട്ട് നിൽക്കാനും വയ്യ, മുകളിലേക്ക് എത്തിപ്പിടിക്കാൻ നമുക്കൊരു പിടിവള്ളിയുമില്ല. അങ്ങനെ കുടുങ്ങി നിൽക്കുമ്പോ ആരെങ്കിലും ഒരു പിടിവള്ളി എറിഞ്ഞു തന്നാൽ ഉണ്ടാകുന്നൊരവസ്ഥ എന്താ? അതുപോലെയാണ് ഭൂമിയിൽ അധിവസിക്കുന്നവർ ഖബറാളികളുടെ പേരിൽ കൊടുക്കുന്ന സദക്ക. അവരെന്തെങ്കിലുമൊക്കെ പ്രയാസത്തിൽ ഇങ്ങനെ ഞെങ്ങി ചക്രശ്വാസം വലിക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ അവർക്ക് ഒരു തുരുമ്പ് എറിഞ്ഞു കൊടുക്കുകയാണ്, ഇത് പിടിച്ചോളി എന്ന് പറഞ്ഞിട്ട് അവരാശ്വസിക്കും. നമ്മൾ ആ സദക്കയുടെ ഗുണം അവരെ ഖബറിൽ അവർ ആ സമയത്ത് തന്നെ അനുഭവിക്കും. അത് വലിയൊരു നിഅമത്തല്ലേ. അപ്പൊ അത് 3000 എന്നുള്ള ഞാൻ നിർബന്ധിച്ച് പറയല്ല, നിങ്ങൾക്ക് 30,000 ആവാം, അതിൽ കൂടുതലും ആകാം, കുറവോ നിങ്ങൾ ഇഷ്ടമാണ്. നിങ്ങൾ കൊടുത്താൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ നിഅമ ഫൗണ്ടേഷന് വേണ്ടി പൊതുജനത്തിന് മുന്നിൽ ഒരു വിഷയം ആവശ്യപ്പെടുന്നത്. അതെന്തിനാണ്? നിർമ്മാണത്തിനല്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികളെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു റുപ്യ ഞങ്ങളോട് ചോദിക്കണില്ല. പള്ളിയുടെ പണി ഇൻഷാ അല്ലാഹ് തുടങ്ങാൻ പോവാണ്. അതിലേക്ക് നിങ്ങൾ സിമന്റ് തരിയുന്നോ കമ്പി തരിയുന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങളുടെ ദൈനംദിന ചെലവിലേക്ക് നിങ്ങൾക്ക് അല്ലാഹു തന്ന നിഅമത്തിൽ നിന്നൊരു വിഹിതം നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ പേരും സ്ഥലപ്പേരും ഫോൺ നമ്പറും കൊടുക്കി. ഇപ്പൊ തന്നെ നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ കൊടുക്കൂ. അങ്ങനെ കിട്ടുന്ന ടിക്ക് ഇടണം. അല്ലെങ്കിൽ നിങ്ങൾ സൗകര്യം പോലെ 2 or 3 ഗഡുക്കളായിട്ട് തന്നാൽ മതി. ഇല്ല, ഈ മാസം തരാൻ കഴിയില്ല, തരണ്ട, അടുത്ത മാസം തന്നാ മതി. ഇല്ല, അടുത്ത മാസം തരാൻ കഴിയില്ല, അപ്പുറത്തെ മാസം തന്നാ മതി. നിങ്ങൾ ഈ 3-4-5 മാസങ്ങൾക്കിടയിൽ, ഈ പരിശുദ്ധ റമളാനിലാണ് നിങ്ങൾ ആ സദക്ക തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ QR കോഡ് ഉണ്ട്, നമ്മുടെ അക്കൗണ്ട് നമ്പർ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലെത്തും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നമ്പർ കൊടുത്താൽ മതി. റമളാൻ മാസത്തിൽ മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു ഹദിയ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ടെ, നിങ്ങളെ സന്തോഷം, നിങ്ങളെ ഇഷ്ടം. അവിടെ വിളിച്ചിട്ട് വിളിക്കും, പെണ്ണുങ്ങൾക്ക് എഴുതാൻ വിളിച്ച് വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ സഹോദരിമാർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താളി, കാരണം അവിടെ ഇരുട്ടാണ്. വേണമെങ്കിൽ സാരിയത് ഇട്ട് കൊടുക്കുക. അപ്പോ ഈ പറയുന്ന കാര്യം ഒരു 3000 രൂപ എഴുതാൻ പറ്റുന്ന മുഅ്മിനീങ്ങൾ അത് എഴുതി കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. സദസ്സിൽ നിന്നുള്ള പ്രതികരണം വളണ്ടിയേഴ്സ് അറിയിക്കണം. വളണ്ടിയർമാർ അറിയിക്കണ ആളുകൾ എഴുതുന്നുണ്ടോ അല്ലേ എന്നുള്ളത് എഴുതിക്കൊണ്ടിരിക്കുന്നില്ലേ? അലി അക്ബർ എഴുതുന്നുണ്ട്, അൽഹംദുലില്ലാ. നല്ല ബാക്കിലൊക്കെ പോയി ഓരോരുത്തർ മാത്രം ഇങ്ങനെ നിൽക്കല്. എല്ലായിടത്തും വളണ്ടിയേഴ്സ് ഉണ്ട്. സ്ത്രീകൾ അവിടെ 6 കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ നമ്മുടെ വനിതാ വളണ്ടിയേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് പറ്റുമ്പോ കൊടുത്താൽ മതി. ഇപ്പൊ കൊടുക്കണ്ട, ഇന്ന് കൊടുക്കണ്ട, നാളെയും മറ്റന്നാൾ. ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം. ഒരിടപാട് പെട്ടെന്ന് വീട്ടിലാണ് നല്ലത്. സാധ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് കൊടുത്താൽ മതി. കാരണം ഒരു വർഷത്തിൽ നമ്മൾ നടത്തുന്ന ചെലവിലേക്കുള്ള പണമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അത് നിങ്ങൾ ഇഷ്ടമാണ്. അപ്പൊ അത് കൂടുതൽ സമയം ചെലവഴിക്കരുത്. ഇത് നിങ്ങൾ പെട്ടെന്ന് എഴുതി കഴിഞ്ഞിട്ട് വേണം അവിടെ ഒഴിച്ചു വെച്ച കാപ്പി കൊണ്ടുവരാൻ, നിങ്ങൾക്ക് തരാൻ. അതിന് കൂടെ ഇൻഷാ അല്ലാഹ് നല്ല പലഹാരവും നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് നമ്മുടെ ആജയന്മാരെ ഏറ്റെടുത്തതാണ്. ഇന്നത്തെ ആൾക്കാർക്ക് ആവശ്യത്തിന് ദാഹം വരരുത്, വെള്ളം കൊടുക്കണം, കാപ്പി കൊടുക്കണം, അവർക്ക് കടി കൊടുക്കണം ഒക്കെ. അത് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. സിംസാർ ഉസ്താദ് പറഞ്ഞ മാതിരി ആരെയും ഇവിടെ വന്ന് വിഷമിപ്പിക്കാൻ പാടില്ല. അവർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള നിലക്കന്നെയാണ് നമ്മുടെ പ്രവർത്തകർ കഷ്ടപ്പെട്ട് ഈ സജ്ജീകരണങ്ങളൊക്കെ, ഈ വേദി ഒരുക്കിയതും ഇതൊരുക്ക. ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനം ഉണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി നല്ലോണം ദുആ ചെയ്യണം. ഇന്ന് രാവിലെ ഈ ഗ്രൗണ്ട് നനച്ചു, കാരണം നല്ല പൊടിയാണ്, കാറ്റടിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പറ്റ ഡ്രൈ ആയിപ്പോയി. പിന്നെ വീണ്ടും നനച്ചു. അങ്ങനെ ഗ്രൗണ്ടൊക്കെ നനച്ച് പൊടിയൊക്കെ അടക്കി കസേരയൊക്കെ സജ്ജീകരിച്ച് ഇതൊക്കെ നിരത്തി നല്ലൊരു മുറ്റം പോലെ ആക്കി. പുല്ലും കച്ചറയും ഇവിടെ നിറച്ച് വിറകിന്റെ മുട്ടികളായിരുന്നു ഓരോ സഹോദരങ്ങൾ നമുക്ക് തന്ന സംഭാവനകൾ. ഇവിടെ നമ്മുടെ സ്ഥാപനത്തിന് കിട്ടുന്ന സംഭാവനകള് ചകിരി, വിറക്, ചിരട്ട, അതേമാതിരി അടുപ്പിൽ കത്തിക്കാനുള്ള, അതൊക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വരവക തട്ടി തരാം. എങ്ങൾക്കും തരാം. നിങ്ങൾ ഒഴിവാക്കുന്ന തെങ്ങാണെങ്കിൽ പോയി, എന്ത് മരാണെങ്കിലും ശരി. ഇവിടെ ഒരു പന ഉണ്ടായിരുന്നു, ഞങ്ങളത് വെട്ടി. അത് ഞങ്ങൾ പറഞ്ഞു, തെങ്ങ് ആരോ കൊണ്ടുവന്നിട്ട് ഇവിടെ ഞങ്ങളത് കീറി അവിടെ അട്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ ഒരു ആഴ്ചയിൽ 2 തവണ ഇവിടെ കുട്ടികൾക്ക് പുട്ട് കൊടുക്കും.
ഇന്ന് കൊടുത്തതല്ല നാളെ കൊടുക്കുക, നാളെ കൊടുത്തതല്ല മറ്റന്നാൾ കൊടുക്കുക, അങ്ങനെ ഓരോ ദിവസം മാറി മാറി രാവിലത്തെ നാസ്ത കൊടുക്കുക. നാസ്ത നമുക്ക് എളുപ്പത്തിൽ സുഖത്തിൽ എന്ത് ചെയ്യുക, പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുമെന്ന്. ഏത് സാധനവും, വെള്ളപ്പാണെങ്കിലും പത്തിരിയാണെങ്കിലും എന്തും കിട്ടുമല്ലോ. പക്ഷെ അങ്ങനെ വാങ്ങി കൊടുക്കണ്ട. അത് നമുക്ക് അത്ര വിശ്വസിക്കാനൊന്നും കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ്. നമ്മുടെ കുക്ക് ഫൈസലും അവന്റെ ഭാര്യയും കൂടി കഷ്ടപ്പെട്ടിട്ടാണ് രാവിലെ 9 മണിയാകുമ്പോഴേക്ക് നമ്മളെ കുട്ടികൾക്കുള്ള നാസ്ത ഇവിടെ തന്നെ ഉണ്ടാക്കാറാണ്. ഭക്ഷണങ്ങളെല്ലാം ഇവിടെ തന്നെ വളരെ ശുദ്ധമായ, നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഉപയോഗിക്കൂല. വെളിച്ചെണ്ണയാണ് കാര്യമായിട്ട് ഉപയോഗിക്കുക. വേറുള്ള സൺഫ്ലവർ ഓയിൽ, ഡാൽഡ പോലത്തെ ഒക്കെ കൃത്രിമ ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികൾക്ക് വയറിന് കേടുവരുമെന്ന് കരുതിയിട്ട് നമ്മളെ മക്കളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടി നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് അവർക്ക് കൊടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഭക്ഷണത്തിന്റെ മെനു അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാംസവും മത്സ്യവും മുട്ടയും എല്ലാം കൂട്ടിയിട്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാറുള്ളത്. അപ്പൊ അതിനൊക്കെ നമ്മളിപ്പോ ചെലവ്, നമുക്ക് വരുമാനം, സ്ഥാപനം ഉണ്ടാക്കി തരാൻ നമുക്ക് ആൾക്കാരുണ്ട്, അവരെ സഹായിക്കണമുണ്ട്, അൽഹംദുലില്ലാ, ഇല്ല എന്നല്ല. പക്ഷേ നമ്മുടെ ഈ നടത്തിപ്പിനും കൂടി അവരെ വിഷമിപ്പിക്കണത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയം നിങ്ങളോട് പറയണത്. അപ്പൊ അവരുടെ കുട്ടികൾക്ക് നമ്മൾക്ക് പൈസ വരുമാനം ഇല്ല, സ്ഥാപനം ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ എന്താക്കണില്ല, കുട്ടികളെ ഭക്ഷണത്തിലും മോശമാക്കാറില്ല. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത് വളരെ ഉഷാറായിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത്. അപ്പോ ഒരു 3000 രൂപ എഴുതാൻ കഴിയുന്ന സഹോദരങ്ങൾ 3000 രൂപ എഴുതുക, സഹോദരിമാരും എഴുതുക. അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, സമയം ദീർഘിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. 3000 കഴിയുന്നവർ ഒരു കുട്ടിയുടെ ഒരു മാസത്തെ ചെലവാ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മനസ്സിലാക്കണം. അത് നിങ്ങൾ 6000 എഴുതിയ 2 മാസ ചെലവ്, ആ കുട്ടി പിന്നെ നിങ്ങളെ ചെലവില അവിടെ ജീവിക്കും. അല്ല 9000 എഴുതിയ നിങ്ങൾ 3 മാസം ആ കുട്ടിയുടെ ചെലവ് ഏറ്റെടുത്തു എന്നായി, നിങ്ങളെ ചെലവിലാണ് ആ കുട്ടി വളരുക. അപ്പൊ അൽഹംദുലില്ലാ, വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. എല്ലാവർക്കും 3000 കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല എന്ന്. ഞാൻ സമയം ദീർഘിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ 10,000, 20,000, 30,000 ഒന്നും ചോദിക്കണില്ലല്ലോ. രണ്ടാമതായിട്ട് ഞാൻ പറയട്ടെ, 3000 കൊടുക്കാൻ വയ്യ, നിങ്ങൾ കുറച്ചൊന്ന് താഴ്ത്തുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് ആലോചിക്കാൻ കഴിയും എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ആ പോയവർക്ക് കൂടെ തന്നെ നിങ്ങളൊന്ന് പോയി നോക്കേണ്ടി വരും പ്രവർത്തകർ. എന്താണ്, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. എന്നാ പിന്നെ ഒരു ചാക്ക് അരിയുടെ പൈസ കൊടുക്കും, ഒരു ചാക്ക് അരിയുടെ പൈസ കൊടുക്കുക. ഒരു ചാക്ക് അരിക്ക് 2000 ഉറുപ്പിയാണ് ഇപ്പൊ നിലവിൽ. എന്നാ ഒരു ചാക്ക് അരി എന്റെ വക, അൽഹംദുലില്ലാ, ഒരു മാസം ഒരുപാട് ചാക്കരികൾ വാങ്ങാറുണ്ട് ഇവിടെ. അതിലൊരു ചാക്കരി എന്റെ വക എന്നൊരു സഹോദരിക്ക്, ഒരു സഹോദരന് പറയാൻ പറ്റുമെങ്കിൽ അൽഹംദുലില്ലാ. പ്രവർത്തകരങ്ങനെ പോണട്ടോ ആൾക്കാർ, നിങ്ങളിങ്ങനെ നിന്ന ആൾക്കാർ പറയില്ല, അവരുടെ അടുത്ത് കൂടെ പോയി നോക്കി. അപ്പൊ 3000 എഴുതാൻ കഴിയാത്ത ആൾക്കാർ നമുക്ക് 2000 തന്നാൽ അൽഹംദുലില്ലാ സന്തോഷം. 2000 ഉറുപ്പിക ചോദിക്കണുള്ളൂ. ഇത്ര വലിയ 100 പേരുള്ള ഒരു സ്ഥാപനത്തിന്റെ ചെലവിലേക്ക് ഒരു വാർഷികം നടത്തുമ്പോൾ ഒരു മഹത്തായ മജ്‌ലിസിൽ വെച്ച് അത്രയാണല്ലോ ആവശ്യപ്പെടുന്നത്. അത് അൽഹംദുലില്ലാ എഴുതാൻ പറ്റുന്ന സഹോദരങ്ങൾ 2000 ഉറുപ്പിക എന്റെ വക കൊടുക്കാൻ പറ്റുന്നുള്ള എഴുതിക്കോളൂ, സഹോദരിമാരും എഴുതിക്കോളൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, വളരെ സന്തോഷം. ഇങ്ങനെ ആളുകളെ രംഗത്ത് വന്ന് നമ്മൾ കഴിച്ചില്ലായി. കാരണം ദീനിന്റെ സ്ഥാപനമാണല്ലോ. നമ്മളിതുകൊണ്ട് കുടുങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോ ആരും തന്നില്ല എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ കുട്ടികളെ പട്ടിണിക്ക് വിടൂല, അതിനുള്ള വഴി ഉണ്ടാവും, നമ്മളെന്തെങ്കിലും ചെയ്യും. പക്ഷെ അതല്ലല്ലോ, മുഅ്മിനീങ്ങൾക്ക് നമ്മളൊരു അവസരം കൊടുക്കണമല്ലോ. ഇപ്പൊ ഒരു മാന്യ സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, എനിക്ക് ആളെ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ആ പേര് പറയാൻ അവർ താല്പര്യപ്പെടുന്നില്ല, പേര് ഞാനും പറയില്ല. ഒരു വർഷത്തെ ഒരു കുട്ടിയുടെ ചെലവ് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരു വർഷത്തെ ഒരു കുട്ടിയുടെ ചെലവ് എന്ന് പറയുമ്പോൾ 3000 വെച്ച് കിട്ടുമ്പോ 36,000 ഉറുപ്പിക ഉണ്ടാവും. അത് ഞാൻ തരാം, 36,000 ഉറുപ്പിക ഞാൻ തരാം ഒരു കുട്ടിയുടെ ഒരു ആളെ ഏറ്റെടുത്ത്. അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റിയവർ ഈ സദസ്സിലുണ്ടാകാം. എനിക്കറിയില്ല നിങ്ങളെ സാമ്പത്തിക ഭദ്രത എത്രയാണ്, എനിക്കറിയില്ലല്ലോ. അങ്ങനെ എടുക്കാൻ പറ്റിയ സഹോദരിമാരുണ്ടാവാം. ഒരു വർഷത്തത് ഒരു കുട്ടിന്റെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറയാൻ പറ്റുന്നവർക്ക് പറയാം. അൽഹംദുലില്ലാ. കാപ്പി കൊടുക്കിട്ടോ, അവിടെ കാപ്പി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുമ്പോൾ അവർ കാപ്പി ആയിട്ട് വരും. പിരിവും കാപ്പി ഒപ്പം നടക്കൂല എന്ന് കരുതിയിട്ടാണ്. ഒരു കൊല്ലത്തിൽ അൽഹംദുലില്ലാ ഒരാളാ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അവർക്കൊക്കെ ദുആ ഇൻസാർ ഉസ്താദ് കേട്ടിരിക്കുകയാണ്, ആസ്വദിക്കുകയാണ് അദ്ദേഹം ദ്വാരക്കും. പിന്നെ ഒരുപാട് സദസ്സുകളിൽ പോണ ആളാണല്ലോ, കേരളത്തിന് അങ്ങ് മുതൽ ഇങ്ങ് വരെ. അവിടെ ഞങ്ങൾക്ക് ദ്വാരക്കും. പിന്നെ അദ്ദേഹത്തിന് മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഇതിനിടയിൽ ഒരു ദിവസം ഉണ്ട്, മൂപ്പര് ഫാമിലി അടക്കം കയറി വരുന്നു വണ്ടിയിൽ, ഫാമിലി ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. ഞാൻ സ്ഥാപനം ഒന്ന് കാണാൻ വന്നതാണെന്ന്. അങ്ങനെ കണ്ടപ്പോ തന്നെ മൂപ്പര് വലിയ മാഷാ അല്ലാഹ്, കഴിഞ്ഞെല്ലാം വന്നപ്പോ ഇത്രയൊന്നുമില്ലല്ലോ, ഇപ്പൊ ഇത്രയൊക്കെ ആയ. അതിന് ശേഷം പിന്നെ ഒരുപാട് വർക്ക് നടക്കും. അങ്ങനെ പിന്നെ
ഇങ്ങനെയൊക്കെ ആയോന്ന് ഞാൻ കുട്ടികളെ വിളിച്ചു കൂട്ടി ഒരു അരമണിക്കൂർ പണ്ഡിതോചിതമായ ഒരു ഉപദേശം കൊടുത്തു. വളരെ സന്തോഷം പറഞ്ഞു, ദ്വാരൊന്നും തന്നു. പോകുമ്പോൾ കുട്ടിയൊക്കെ ചായക്ക് പൈസയും കൊടുത്തിട്ടാണ് പോയത്. അൽഹംദുലില്ലാ, അത് അവരെയൊക്കെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. അപ്പൊ എല്ലാ സദസ്സുകളിലും നിഴമ ഫൗണ്ടേഷൻ അദ്ദേഹം ഓർക്കാറുണ്ട്. ഇപ്പൊ ഇതിന്റെ മുമ്പ് ഞാൻ അദ്ദേഹത്തിന് ഒരു വോയിസ് കേട്ടു. ഈ ഭാഗത്ത് ഇവിടെ വേങ്ങര ഭാഗത്ത് ഇവിടെ വയല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ദിവസം ഞാൻ ഇവിടെ നിഴമ ഫൗണ്ടേഷനിൽ വയലിന് പോകുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് വരണേ എന്ന് പറഞ്ഞ് അവിടുത്തെ ആൾക്കാരെ ക്ഷണിച്ചു. അത് ഇതിനോടുള്ള ഒരു സ്നേഹമാണല്ലോ. നമ്മൾ ആ സ്നേഹവും ബഹുമാനവും അദ്ദേഹത്തിന് നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണ് സന്തോഷത്തോടെ. അപ്പൊ അത് അവരൊക്കെ ഇതിനെ അത്ര സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ആ സ്ഥിതിക്ക് നിങ്ങളൊക്കെ ചെയ്യപ്പോൾ കുഞ്ഞായ വന്ന് ഹുസൈൻ വന്ന് പറഞ്ഞത്, വേറൊരു സഹോദരൻ ഒരു വർഷത്തേക്കുള്ള ഒരു കുട്ടിയുടെ ചെലവ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ സിംസാർ ഉസ്താദ് ദുആ ചെയ്യും. ഇപ്പൊ ദുആക്ക് ഇവിടെ വരുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ അഹ്ലുബൈത്തിന്റെ പരമ്പരയിൽപ്പെട്ട നമ്മളൊക്കെ ആദരിക്കുന്ന പണ്ഡിതനും ഖാളിയുമായ ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാളി നാസിർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ അവറുകളാണ്. കുറച്ച് കഴിയുമ്പോൾ തങ്ങൾ പാപ്പ ഇവിടെ എത്തിയിട്ട് തങ്ങളൊരു ഭക്തിസാന്ദ്രമായ ദുആ, അത് കഴിയാതെ ആരും പോകരുത്. ഇടയിൽ ചില ആളുകളൊക്കെ അങ്ങോട്ട് പോകുന്നത് കാണുമ്പോൾ അവര് വയലിന്റെ ഇടയിൽ നിന്ന് പോവല്ല, അവരെന്തോ ആവശ്യത്തിന് വേണ്ടിയൊക്കെ പോവുകയാണ്. പോകുന്നവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അൽഹംദുലില്ലാ, വലിയ സന്തോഷം. അതുകൊണ്ട് ആ ദുആ അത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. റജബ് മാസമാണ്, പരിശുദ്ധമായൊരു രാവാണ്, നല്ലൊരു മജ്ലിസാണ്. ഈ തലയിൽ ആ തലവരെ ഇരിക്കുന്നതൊക്കെ മുത്തഅല്ലിമീങ്ങളും ഹാഫിളീങ്ങളുമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം, ഒക്കെ നമ്മളെ മക്കളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മജ്ലിസിലുള്ള ദുആക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാലോ. മാത്രമല്ല ഹിംസാർ ഉസ്താദിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന ദുആക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു മജ്ലിസാണ്. അതൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിലെ സന്തോഷം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരൊക്കെ ദുആ ചെയ്യും. ഞാൻ ദുആക്ക് വേണ്ടി സമയം കളയുന്നില്ല. രണ്ടാമത്തെ ഒരു സഹോദരനും കൂടി അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് നാസിർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങള് നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തങ്ങളപ്പ ഇന്ന് 2-3 പരിപാടികൾ ഉണ്ട് ആ ഭാഗത്തൊക്കെ, വളാഞ്ചേരി കുറ്റിപ്പുറം ഭാഗത്തൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി അങ്ങോട്ട് എത്താം. ഞാൻ നിങ്ങൾ ലാസ്റ്റ് എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എത്തുകയാണ്. ഇൻഷാ അല്ലാഹ് തങ്ങളപ്പ കുറച്ചു നേരം കൂടെ വിശ്രമിക്കും. ബാക്കിയുള്ള സംസാരം സിംസാറുൽ ഹഖ് ഉസ്താദ് പൂർത്തിയാക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇതിപ്പോ വന്നത് ലിസ്റ്റ് ഞാൻ കാണാതെ വെച്ചതാ. ഇതാരാ വെച്ചേ? നിങ്ങൾ വെച്ചാ? വേറെ നമ്മുടെ ഒരു പ്രവർത്തകൻ അൽഹംദുലില്ലാ, അദ്ദേഹം വിദേശത്തൊരു ഏർപ്പാട് തുടങ്ങാൻ നിൽക്കുന്ന ആളാണ്. ഇൻഷാ അല്ലാഹ് തങ്ങളാക്കും അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. അദ്ദേഹം 3000 വീതം വെച്ച് ഒരു വർഷത്തേക്കുള്ള ഒരു കുട്ടിയുടെ ചെലവ് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ മൊത്തം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അൽഹംദുലില്ലാ 3000 ഒരുപാട് സഹോദരന്മാര് അപ്പുറത്തെ സഹോദരിമാരും എഴുതുന്നുണ്ട് അല്ലേ, എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വർഷത്തേക്കുള്ള ഒരു രാമപുരത്തുള്ള ഒരു സഹോദരൻ, ട്രാവൽസ് നടത്തുന്ന ഒരു സഹോദരൻ, അൽഹംദുലില്ലാ ചെറുപ്പക്കാരൻ ഒരു വർഷത്തേക്കുള്ള ഒരു കുട്ടിയുടെ മൊത്തം ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിയായ സന്തോഷം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഒക്കെ എഴുതി വെക്കണേ. വേറെ ഒരു സഹോദരൻ ഒരു കുട്ടിയുടെ 5 മാസത്തേക്കുള്ള മൊത്തം ചെലവ്, 5 മാസത്തേക്കുള്ള 15000 രൂപ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പുല്ലാരയിൽ നിന്ന് വന്ന നമ്മുടെ ഒരു സ്നേഹിതൻ, അവന്റെ വാപ്പ അടുത്ത് മരിച്ചു പോയതാണ്. അള്ളാഹുവെ മഗ്ഫിറത്ത് കൊടുത്ത് ദർജ ഉയർത്തി കൊടുക്കണേ പഠിച്ചോനെ. അദ്ദേഹത്തിന്റെ പേരിൽ ദുആ ചെയ്യാൻ മോന് ഒരു വർഷത്തേക്കുള്ള പുല്ലാരയിൽ നിന്നും പുല്ലൂരിൽ നിന്നൊക്കെ ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്.
പുല്ലാര ഞാൻ 11 വർഷം നിന്ന സ്ഥലമാണ്, ആ സ്വന്തം നാട് പോലെ ആയ സ്ഥലമാണ്. അതിനുശേഷം ഞാൻ പുല്ലൂരിലേക്ക് വന്നു. പുല്ലൂരെ 4 വർഷം നിന്നിട്ടുള്ളെങ്കിലും ഒരു 40 കൊല്ലം നിന്ന ബന്ധമുണ്ട്. പിന്നെ ഈ സ്ഥാപനം ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ ആ പുല്ലൂരിക്കാർ ഒരുപാട് ആൾക്കാർ നമ്മുടെ സദസ്സിൽ വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ പുല്ലാരയുള്ള ഒരു സഹോദരനാണ് ഒരു കുട്ടിയുടെ ഒരു വർഷത്തേക്കുള്ള ചെലവ് 36,000 റുപ്യ ഞാൻ തരാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ മാസത്തേക്ക് പുല്ലാരയിൽ നിന്ന് വേറൊരു സഹോദരനും എഴുതിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. 3000 ഓരോ മാസം വരുന്ന ലിസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കേട്ടോ, അതൊക്കെ പാടെ ഇവിടെ വായിക്കാൻ ബുദ്ധിമുട്ടാവും. അത് ഇൻഷാ അല്ലാഹ് ഒന്നായിട്ട് ഞാൻ തങ്ങളാപ്പാനോട് പറയും, നിങ്ങളവിടെ എഴുതി ഭദ്രമായി അവരുടെ പേരും ഫോൺ നമ്പറും എഴുതിയിട്ട് സൂക്ഷിക്കുക പ്രവർത്തകർ. ഇൻഷാ അല്ലാഹ് എല്ലാം ഇവിടെ ദുആ ചെയ്യും. നിങ്ങളെയൊക്കെ മുറാദുകൾ, ചിലതൊക്കെ എന്നെ ഏൽപ്പിച്ച മുറാദുകളുണ്ട്, ഞാൻ തങ്ങളാപ്പാനോട് പറയും, അവരുടെ ദുആയിൽ ഉൾപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് 3000 കൊടുക്കാൻ കഴിയുന്നവർ 3000 തന്നെ എഴുതിക്കുക. 3000 കഴിയാത്തവരുണ്ടെങ്കിൽ 2000 എഴുതിക്കുക. 2000 രൂപ എഴുതാൻ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് 2000 തരാൻ കഴിയില്ല എന്ന പരിതസ്ഥിതിയിലുള്ള സഹോദരങ്ങളാണെങ്കിൽ 1000 രൂപയെങ്കിലും അവർക്ക് സംഭാവന ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് 3000 കൊടുക്കണവൻ 1000 ആക്കണമെന്നോ 2000 കൊടുക്കുന്നവർ താത്തിയിട്ട് 1000 ആക്കണമെന്നല്ല. 3000 കഴിയുന്നവർ ഒരു കുട്ടിയുടെ ഒരു മാസത്തെ ചെലവ് ഏറ്റെടുക്കുക. 2000 കഴിയുന്നവർ ഒരു ചാക്ക് അരിയുടെ പൈസ എന്ന രൂപത്തിൽ അത് ഏറ്റെടുക്കുക. അൽഹംദുലില്ലാ. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. സഹോദരിമാരുടെ ഭാഗത്തുള്ള ലിസ്റ്റാണ്. ഒരു കൊല്ലത്തേക്ക് ഒരു താത്ത, ഒരു സഹോദരി ഒരു കുട്ടിയുടെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു അവർക്കൊക്കെ ഖൈർ കൊടുക്കണേ പഠിച്ചോനെ. ഇൻഷാ അല്ലാഹ് അവിടെ ദുആ ചെയ്യും. 3000 ഏറ്റെടുത്ത് ഒരുപാട് സഹോദരിമാരുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു, വലിയ സന്തോഷം. അപ്പം ഇന്നലെ അവിടെ ഇഷ്ക് മജ്ലിസ് നടന്നപ്പോൾ നമ്മൾ പിരിവെടുക്കാനേ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ സഹോദരിമാരുടെ ഭാഗത്തുണ്ട് ഒരു ലിസ്റ്റ് വരുന്നു. അവർ ദുആ ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്തയച്ച വലിയ ലിസ്റ്റ്, ഒരുപാട് പൈസകൾ. ഒരു സഹോദരിയുടെ ഒരു ബോട്ടിൽ കൊടുത്തയച്ച് നോക്കുമ്പോൾ എന്താ അതിൽ സ്വർണ്ണാണ്. ഇന്നലെ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല, ഒരു സഹോദരി അവർ ധരിച്ച 2 കമ്മൽ ഒരു ബോട്ടിൽ ഇട്ടിട്ട് അവരുണ്ടാണ് കൊടുത്തയച്ചു. അൽഹംദുലില്ലാ. അവർക്കൊക്കെ അല്ലാഹു ഉന്നതമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യും. ആയിക്കോട്ടെ. ഒരു കുട്ടി ചെറുപ്പത്തിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു പോയിരുന്നു. അവന്റെ വാപ്പ അത് കേട്ടപ്പോൾ വിളിച്ചു പറഞ്ഞാണ് ഒരു മാസത്തേക്കുള്ളത് ആ കുട്ടിയുടെ പേരിൽ തരാം. ആ കുട്ടി ആകെ വീട്ടിനുള്ള ഒരു ആലംബമായിരുന്നു ആ കുട്ടി. പെട്ടെന്ന് ഒരു വർഷത്തിനപ്പുറം മരിച്ചുപോയി. അല്ലാഹുവേ, അതിന്റെ ഹക്കുണ്ട്, അവനെ നീ സ്വർഗം നൽകണേ പഠിച്ചവനെ. അങ്ങനെ മരിച്ചവരെയൊക്കെ പേരിൽ കരുതിയിട്ടാണ് ആൾക്കാർ തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും പിന്നെ ഇവിടെ പറയാൻ ആഗ്രഹമല്ലാഞ്ഞിട്ടല്ല, പക്ഷെ വലിയൊരു സദസ്സിന്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് ഞാൻ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനോ വൈകിപ്പിക്കാനോ ആഗ്രഹിക്കണില്ല. തങ്ങളാപ്പാക്ക് രാവിലെ 6 മണിക്കത്തെ ട്രെയിനിന് കയറി പോകാനുള്ളതാണല്ലോ. അപ്പൊ തങ്ങൾ പാപ്പനെ ഇരുത്തുന്നത് ഒരിക്കലും നല്ലതല്ലല്ലോ. അപ്പൊ ഒരു 3000 പറ്റുന്നവരങ്ങനെയോ, അതിന് കഴിയാത്ത ഒരു 2000 റുപ്യ ആ മുകളിലൊക്കെ സംഘാടകർ എഴുതുന്നുണ്ടാവും. സഹോദരിമാർ ആ ഭാഗത്ത് അപ്പുറത്ത് നിറച്ച് പെണ്ണുങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ഉള്ളിലും ഹാളിലും താഴെ ഹാളിലും ആ സൈഡിലും സ്ഥാപനത്തിന്റെ അപ്പുറത്തും സ്ത്രീകൾക്ക് സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ TV വെച്ചു കൊടുത്തിട്ടുണ്ട് ലൈവായിട്ട്. അൽഹംദുലില്ലാ. അവിടെയൊക്കെ സ്ത്രീകളും അവിടെയൊക്കെ നമ്മളെ വളണ്ടിയേഴ്സ് വളരെ സർവ്വസജ്ജരാണ്. നമ്മളെ സഹോദരിമാർ വളരെ ഉഷാറാണ് ആ വിഷയത്തിൽ. ഞാനവരെ മുഖസ്തുതി പറയല്ല, അത്രയും ആക്റ്റീവാണ് ഇവിടുത്തെ വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ. അൽഹംദുലില്ലാ. അവരൊക്കെ അവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരോട് പറയുക, ഈ കിട്ടുന്ന ഈ ഒരു അവസരം നിഴമ ഫൗണ്ടേഷനിലെ മക്കൾക്ക് ഭക്ഷണം, ഞാൻ എപ്പോഴും ചോദിക്കൂല, ഞാൻ അങ്ങനെ ഒരു പിരിവ് ആവശ്യപ്പെടുന്ന ആളുമല്ലല്ലോ. അപ്പൊ ഇവിടെ ഇത് അത്യാവശ്യമായതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് പിന്നീട് കിട്ടൂലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, എഴുതാൻ താല്പര്യപ്പെടുന്നവർ പെട്ടെന്ന് എഴുതുക. ഇനി സമയം വൈകിപ്പിക്കാൻ ആഗ്രഹിക്കണില്ല. ആ എഴുതി കഴിഞ്ഞു എന്ന് നിങ്ങൾ വളണ്ടിയേഴ്സ് ആരെങ്കിലും പറയുകയാണെങ്കിൽ, എഴുതി കഴിഞ്ഞോ, എന്തെങ്കിലും മറുപടി പറയണം. ഫുറമാനോ, നിങ്ങളൊക്കെ ഇവിടെ ഷാഫിങ്ങളൊക്കെ നോക്കി, ഷാജാൻ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എഴുതുന്നുണ്ടോ, അത് എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? എഴുതി കഴിഞ്ഞോ? എന്നാലൊരു കാര്യം ചെയ്യാം, നമുക്ക് കാപ്പി കൊടുക്കാം, കാപ്പിയും കടിയും കൊടുക്കാം. സംസാരിക്കുമ്പോൾ കാപ്പി എടുക്കണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവിടെ ഒഴിച്ചു വെച്ച കാപ്പി പെട്ടെന്ന് എടുക്കുക. സഹോദരിമാർ വളണ്ടിയേഴ്സ് അങ്ങോട്ട് പോവുക. സ്ത്രീകൾക്ക് കൊടുക്കാനുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അല്ല, പിരിവ് കൂടുതൽ നീട്ടിക്കൊണ്ടുപോലെ ഈ ചാൻസിന് ഇടയിൽ എഴുതാൻ പറ്റിയവർക്ക് എഴുതാം. അല്ലാതെ ഇനി ഇങ്ങനെ കുറേ നേരം ഇനി ആരെങ്കിലും ഉണ്ടോ, ഒരു കൊല്ലം തരുമോ, 6 മാസം തരുമോ, 1 മാസം ഒന്നും ചോദിക്കൊന്നുമില്ല. ഇതൊരു അവസരം തന്നു, ഒരു 5 മിനിറ്റ് അതിൽ എഴുതുന്നവർ എഴുതുക. ഇൻഷാ അല്ലാഹ്. പിന്നെ കാപ്പി ഇപ്പൊ വരും. ഞാൻ അവിടുന്ന് അപ്പുറത്ത് ഒഴിച്ചിങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു താമസം മാത്രം. അതിനിടയിൽ വേറെ ചെറിയൊരു ചടങ്ങ് നടത്തുകയാണെ. ചെറിയൊരു ചടങ്ങ് നമ്മളെ സന്തോഷം കൊണ്ട് നടത്തുന്ന ഒരു ചടങ്ങാണ്. എന്താന്ന് വെച്ചാൽ 2-3 ആളുകൾക്കുള്ള മെമന്റോ വിതരണം, അവാർഡ് ദാനം ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. അവരെ ഞാൻ പേര് പറയുമ്പോൾ അവർ പോലും ചിന്തിക്കാതെ നമ്മൾ ഏർപ്പാട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവരെ ഞാൻ പറയുമ്പോൾ അവരൊന്ന് ദയവ് ചെയ്ത്, നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തരുന്ന സമ്മാനമാണ്,
ദയവ് ചെയ്ത് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ളൊരു സൗഭാഗ്യം നിങ്ങൾക്ക് തങ്ങളാപ്പ പെട്ടെന്ന് വന്നുകൊണ്ട് അതുകൊണ്ട് തങ്ങൾ പാപ്പാന്റെ കൈ കൊണ്ട് അത് കൊടുക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രോമ കെയർ വളണ്ടിയേഴ്സ് കഴിഞ്ഞ വർഷവും ഈ വർഷവും വളരെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം അവർ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ലീഡർ, അവരുടെ ക്യാപ്റ്റൻ ഇവിടെ വന്ന് അല്ലെങ്കിൽ അവരുടെ ആളുകൾ വന്ന് ഇവിടെ സജ്ജരായി നിൽക്കുക, തങ്ങളെ കയ്യിൽ നിന്ന് അവരുടെ ആ സേവനത്തിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങണം. രണ്ടാമതായിട്ട് SKSSFന്റെ വിഖായ വളണ്ടിയേഴ്സ് കഴിഞ്ഞ വർഷവും സുസജ്ജരാണ്, ഈ വർഷവും അവർ വളരെ റാഹത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മളൊരു ഇവിടെ ഒരു അവാർഡ് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. മൂന്നാമതായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ തുടക്കത്തിൽ എൻ്റെ സ്വാഗതത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഈ സ്ഥാപനത്തിന് വേണ്ടി സ്വന്തം മഹല്ലിൽ ഒരു സ്ഥാപനം എന്ന രൂപത്തിൽ ഇതിന് കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി മെമ്പർമാർ. അതുകൊണ്ട് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി ഇവരെല്ലാവരും കൂടെ അല്ലേ? പ്രസിഡന്റ് മർക്കാരാക്കല്ലേ ഇവിടെ ഉണ്ട്? സെക്രട്ടറി ഇല്ലേ? വാഫി പോയോ? സെക്രട്ടറി, ഖജാൻജി, ഒരു മൂന്നാൾ തയ്യാറായി നിൽക്കുക. നിങ്ങൾക്ക് നിങ്ങളെ മഹല്ല് നമുക്ക് തന്ന സഹകരണത്തിന് നമ്മുടെ സ്ഥാപനത്തിന് വക ഒരു ഉപഹാരം നൽകുകയാണ്. അടുത്തതായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ, ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണം മുതൽ ഇതുവരെ അതിന്റെ എവിടെയാണ് ഒരു കല്ല് വെക്കേണ്ടത്, എവിടെയാണ് സിമന്റ്, എവിടെയാണ് അതിന്റെ നിർമ്മാണം, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പണിക്കാർക്ക് തിരുത്തി കൊടുത്തിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഊണും ഉറക്കും ഒഴിഞ്ഞിട്ട് വെയില മുഴുവനും കൊണ്ടുകൊണ്ട് അധ്വാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ പുത്തം വീട്ടിൽ അമീർ, ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. യാമ്പോ അമീർ, ഇൻഷാ അല്ലാഹ് അമീറിന് വേണ്ടി അമീർ ഉടലിട്ടോ, ഉടനെ മുങ്ങാൻ സാധ്യതയുണ്ട്. അവിടെ ഉണ്ട്. അമീറിന് നമ്മളെ നിഴമ ഫൗണ്ടേഷന്റെ മേലിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉപഹാരം സമർപ്പിക്കുകയാണ് സുബ്ഹാനപ്പെട്ട തങ്ങൾ പാപ്പന്റെ കയ്യിൽ. അതേമാതിരി നമ്മുടെ ഈ മണ്ണ് തന്ന കൊണ്ടേരിത്തൊടി ഫാമിലി, ആ ഫാമിലിയിലെ എല്ലാ ആളുകളും ഇതിനു വേണ്ടി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. കാക്കാരൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു വ്യക്തിയുണ്ട്, മുസ്തഫ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരു പടപ്പ്. സുബ്ഹാനല്ലാഹ്, രാവും പകലും ആ മനുഷ്യന്റെ ചിന്ത ഇതിന്റെ പുരോഗതി. വെള്ളമുണ്ടോ ടാങ്കിൽ, ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ? എന്നോട് എപ്പോഴും വന്നിട്ട് സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് വരും എൻ്റെ അടുത്തൊന്ന്, സുബഹി നിസ്കരിച്ചിട്ടൊന്ന് വരും, ഉച്ചക്ക് വരും, വൈകുന്നേരം വരും, രാത്രി വരും. എന്താ കുറവ്, എന്താ വേണ്ട, നിങ്ങൾക്ക് ഒരു കുറവും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ അല്ലേ, നിങ്ങൾ എന്തിനാ വിഷമിക്കണം? ടാങ്കിൽ ഒരു 80,000 ലിറ്ററിന്റെ ടാങ്ക് അണ്ടർഗ്രൗണ്ട് മണ്ണിന്റെ അടിയിൽ ഞങ്ങൾ സജ്ജീകരിച്ചു. അതിൽ നിന്ന് 40,000 ലിറ്ററിന്റെ ടാങ്കിലേക്ക് അടിച്ചു കയറ്റണം. ഇതൊന്നും ഞാൻ ചിന്തിക്കാറില്ല, ഞങ്ങൾ ആരും ചിന്തിക്കാറില്ല. അതിൽ എവിടെയാണോ വെള്ളം, ഉള്ളടത്തൊന്ന് പൈപ്പിട്ട് കൊണ്ടുവരും മുത്തു എന്ന് ഞങ്ങൾ വിളിക്കണം മുസ്തഫ മുസ്ലിയാർ. അതൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിച്ചു. ഈ നഗരി ഒരുക്കുന്നതിലും ഏറ്റവും അധികം അധ്വാനിച്ച ആളാണ് മുസ്തഫ മുസ്ലിയാർ. ആ മുസ്തഫ മുസ്ലിയാർ കൊണ്ടേരിത്തൊടി പുത്തം വീട്ടുകാരുടെ പ്രതിനിധി എന്ന നിലക്ക് പ്രിയപ്പെട്ട അമീറിനും കൊണ്ടേരിത്തൊടിക്കാരുടെ പ്രതിനിധി എന്ന നിലക്ക് മുസ്തഫ മുസ്ലിയാർക്കും ഇവിടെ വെച്ചൊരു മൊമെന്റ് കൊടുക്കുകയാണ്. അവരും ഇവിടെ സദസ്സിനരികിൽ ദയവ് ചെയ്ത് അടുത്ത് വന്ന് നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ, അവർ പല മേഖലകളിലും കഴിവ് പുലർത്തിയ വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഒരു 4-5 കുട്ടികൾക്ക് തങ്ങൾ പാപ്പാന്റെ കൈ കൊണ്ട് ആ സാധനങ്ങൾ എവിടെ എടുക്കുക തങ്ങൾ പാപ്പാന്റെ കൈ കൊണ്ട് കൊടുക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതിനിടയിൽ മരിച്ചുപോയ ഉമ്മാക്കുപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരു വർഷത്തെ ഒരു കുട്ടിയുടെ ചെലവ് 36,000 ഏറ്റെടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. പടച്ചോനെ ഉമ്മാക്കുപ്പാക്കു നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ, സ്വർഗം നൽകണേ റബ്ബേ. കൂട്ടിലങ്ങാടിയിലുള്ള EC സാബിർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അൽഹംദുലില്ലാഹ്, കൂട്ടിലങ്ങാടിക്കാരൊക്കെ നമ്മളെ ഈ സ്ഥാപനത്തിന് വേണ്ടി, ഞാൻ ഖുതുബക്ക് പോണ സ്ഥലമാണ്, നേരത്തെ എനിക്ക് ബന്ധമുള്ള ഒരു സ്ഥലമാണ് ഈ കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞാൽ. അവിടുത്തെ സഹോദരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സഹോദരൻ ഒരു വർഷത്തേക്കുള്ള ഒരു കുട്ടിയുടെ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ. അല്ലാഹു അവർക്ക് നീ ഖൈറും ബർക്കത്തും കൊടുക്കണേ പടച്ചോനെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് തങ്ങളപ്പോൾ ദുആ ചെയ്യാൻ പോവാണ്. പിന്നെ സഹോദരിമാരും സഹോദരന്മാരൊക്കെ 1 മാസത്തേക്കും 2 മാസത്തേക്കൊക്കെ 3000 ഒരു ചാക്കാരി 2000-ന്റെയും അതേമാതിരി 1000-ങ്ങളൊക്കെ എഴുതിയവരുണ്ട്. ഇനിയും എഴുതുന്നവർക്ക് അവസരമുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് പോയപ്പോ ചിന്ത വരികയാണ്, എഴുതണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്മുടെ ലൈവിൽ നമ്മുടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ നമ്പർ കിട്ടും. അൽഹംദുലില്ലാഹ്, കോഴിക്കോട്ടെ ഫضല് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ലൈവിലൂടെ അത് കേട്ടിട്ട് ഒരു സഹോദരൻ 36,000 രൂപ അയച്ചിട്ടുണ്ട്. QR കോഡ് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ അക്കൗണ്ടിലേക്ക് 36,000 രൂപ ഇപ്പൊ വന്നു കഴിഞ്ഞു. അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ. ആയിരക്കണക്കായ ആളുകൾ കാണുന്ന ലൈവാണ്.
അതിൽ പിന്നീട് ലക്ഷക്കണക്കായ ആളുകളിലേക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യപ്പെടുന്ന ലൈവാണ്. ആ ലൈവിൽ കേട്ടിട്ട് നമ്മുടെ പരിപാടി ശ്രമിച്ചത് കാര്യമായ ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കിയിട്ട് 36,000 രൂപ ഒരു വർഷത്തേക്ക് തന്നിരിക്കുകയാണ്. അതിനിടയിൽ കാപ്പി കൊടുക്കുക, നല്ല ചൂട് കാപ്പി, കടിയും കൊടുക്കുക എല്ലാവർക്കും. അവർ കുറവും വരുത്തരുത് ആവശ്യക്കാർക്ക്. സ്ത്രീകളെ ഭാഗത്തോടെ കാപ്പി എത്തിയിട്ടില്ലേ? ടീച്ചർ അവിടെ നോക്കി, എല്ലാവരും നോക്കി, എന്താ കുറവ് ഒക്കെ പരിഹരിക്കും, കാപ്പിയും കടിയൊക്കെ കൊടുക്കി ഇൻഷാ അല്ലാ. അപ്പൊ അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു മജ്ലിസാണ്. ഇനി താല്പര്യമുള്ള ആളുകൾക്ക് ഇതേമാതിരി ലൈവായിട്ടോ നേരിട്ടോ ഒക്കെ എന്താക്കാം, ആവശ്യപ്പെടാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിയത്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ അറിയിക്കാം. ഇപ്പൊ തന്നെ കൊടുക്കണ്ട കേട്ടോ, കൊടുത്താൽ സന്തോഷം. പക്ഷെ ഇപ്പൊ തന്നോളണമെന്നില്ല, നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുക അപ്പൊ കൊടുത്താൽ മതി. 1000 ഉറുപ്പെങ്കിലും എന്റെ വക ഈ സ്ഥാപനത്തിന് ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് തയ്യാറായാൽ അത് വലിയ സന്തോഷകരമായ ഒരു കാര്യം. അൽഹംദുലില്ലാ 5 മാസം ഏറ്റ ആള് 15,000 രൂപ ഇപ്പൊ തന്നെ ഏൽപ്പിച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് പറയും സമയം. ഒരു സഹോദരൻ നേരത്തെ ഒരു വർഷത്തേക്ക് ഏറ്റെടുത്തു. ആ സഹോദരന്റെ അനിയൻ അൽഹംദുലില്ലാ അവർ ഈ വടക്കാങ്കരക്കാരാണ്, ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവരാണ്. അപ്പൊ അനിയൻ അത് കേട്ടിട്ട് അവനും ഒരു വർഷത്തേക്ക് 36,000 രൂപ ഒരു കുട്ടിയുടെ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹി അൽഫമറ. അല്ലാഹു അവർക്കെല്ലാം ഖൈർ കൊടുക്കണേ പടച്ചോനെ, അവരെ മനസ്സിലെ മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ. പ്രത്യേകം ഇൻഷാ അല്ലാഹ് ഇവിടെ ദുആ നടക്കുകയാണ്. ഇനി ആവശ്യമുള്ളവർക്ക് പറയാം. അതിന്റെ ഇടയിൽ കൂടെ ആ പുരസ്കാരം കൊടുക്കുകയാണ്. അതിനിടയിൽ പറയുന്നവർക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ തങ്ങളാപ്പാക്കും സിംസാറിലൊക്കെ ഉസ്താദിന് ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിക്കും. ഓരോ തരൂ ട്രോമ കെയർ വളണ്ടിയേഴ്സ് അവരൊക്കെ ഇവിടെ റെഡി ആയിട്ടൊക്കെ ഉണ്ട്. വരിക ഇൻഷാ അല്ലാഹ്. അവർ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കമന്റോദാനം. അടുത്തതായി നിസ്സീമമായ സഹകരണത്തിന് കിഴക്കേക്കുളമ്പ് മഹല്ല് കമ്മിറ്റിക്ക് നിയമ ഫൗണ്ടേഷൻ നൽകുന്ന സ്നേഹോപഹാരം ഏറ്റുവാങ്ങാൻ മഹല്ല് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാഞ്ചി 3 പേരെയും ക്ഷണിക്കുക. മർക്കാരാജി, സെക്രട്ടറി ഷംസുക്ക, ഖജാഞ്ചി അബൂക്കറാജി. ഹജേരിവിടെ അല്ലെങ്കിൽ അമിറ്റാജി വന്നോളി. മഹല്ലുകാർ നമുക്ക് തരുന്ന സപ്പോർട്ടിന് അവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹോപഹാരം സയ്യിദ് അവറുകൾ കൊടുക്കും. നമ്മുടെ SKSSFന്റെ വിക്കായ വളണ്ടിയേഴ്സ് ട്രോമ കെയറിന്റെ കഥ പറഞ്ഞ കാര്യത്തിന് അവർ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ വളരെ സർവ്വസജ്ജരായി നമുക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിക്കായ വളണ്ടിയേഴ്സിന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നൽകുന്ന സ്നേഹോപഹാരം അവരെല്ലാവരും കടന്നു വരാം. പല നാട്ടിൽ നിന്നും കൂടി വന്ന് നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് അവർ. അൽഹംദുലില്ലാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രവർത്തനം നമ്മളിവിടെ വർക്ക് തുടങ്ങി അന്ന് മുതൽക്ക് ഇന്ന് വരെ കൺസ്ട്രക്ഷൻ വർക്ക് അത് മുഴുവനും മേൽനോട്ടം ഇത് ഇത്രയും ഭംഗിയായി ചെയ്തു തന്നതിന് പിന്നിൽ ഒരു സംശയമില്ല നമ്മുടെ അമീർ സാഹിബിന്റെ ഇടപെടലാണ്. ഇനി വല്ല വർക്ക് ഇവിടെ നടക്കാനുണ്ടെങ്കിലും അതും അമീറിലൂടെയാണ്. എഞ്ചിനീയർമാരും വർക്കേഴ്സൊക്കെ ഉണ്ടെങ്കിലും ശരി, അമീറാണ് അതിനൊക്കെ നേതൃത്വം കൊടുക്കാറുള്ളത്. അതിന് ഞങ്ങൾക്ക് ഒരിക്കലും അമീറിനെ ആദരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നൽകുന്നു. അമീർ സാഹിബ് അത് ഏറ്റുവാങ്ങും. ആ ചിരി മതി നമുക്ക്.
ഇനി അടുത്ത് ഇതേമാതിരി എപ്പോഴും ചിരിക്കണ വേറൊരാളും കൂടിയുണ്ട്. അയാൾക്കാണ് അടുത്തായിട്ട് വിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കൊണ്ടേരിത്തോടി മുസ്തഫ മുസ്ലിയാർ, നമ്മൾ ഈ മണ്ണ് ദാനം ചെയ്ത അബൂഖറാജിയുടെ മക്കളിൽപ്പെട്ട ഒരു മോനാണ്. അവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൊടുക്കും പോലെയാണ് ഇത് കൊടുക്കുന്നത്. നേരത്തെ അതേമാതിരി അബൂഖറാജിന്റെ അനിയനാണ്, അബൂഖറാജിയുടെ അനിയനാണ് അമീർ സാഹിബ്. അവർക്ക് മൊത്തത്തിൽ കൊടുത്ത മാതിരിയാണ്. അപ്പൊ അതുകൊണ്ട് മുസ്തഫ മുസ്ലിയാരെ ഇത് ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു. കൊടുക്കാൻ തങ്ങളെ പറയുന്നത്. സാഹിത്യ സമാജത്തിൽ 3-4 ഗ്രൂപ്പുകളുണ്ട്. എല്ലാ ആഴ്ചയിലും എല്ലാ ഭാഷകളിലും ഇവിടെ സമാജം നടത്തുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഭാഷാ പ്രാവീണ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അതിലേറ്റവും കൂടുതൽ കുട്ടികളെ പ്രാപ്തരാക്കിയ ലീഡേഴ്സിൽപ്പെട്ട ഒരു ലീഡർ മുഹമ്മദ് സാലിഹ് PM വിളയൂർ. വിളിക്ക് പെട്ടെന്ന് വന്നിട്ട് ഏറ്റുവാങ്ങാം. അതുപോലെ നമ്മളിവിടെ നടന്ന മത്സരത്തിൽ ജൂനിയർ കലാപ്രതിഭയെ തെരഞ്ഞെടുത്ത ഹാഫിൽ മുഹമ്മദ് ഇസ്ഹാഖ് കണ്ണൂർ. പെട്ടെന്ന് വരണം. SKSFന്റെ നമ്മളെ ആണ് സർഗലയം. അതിൽ സീനിയർ കലാപ്രതിഭയെ തെരഞ്ഞെടുത്ത ഹാഫിൽ മുഹമ്മദ് അബൂബക്കർ മഞ്ഞപ്പറ്റ. പെട്ടെന്ന് വരാം. ആരാണ്? അറബിക് വിഭാഗത്തിൽ ജൂനിയർ കലാപ്രതിഭയെ തെരഞ്ഞെടുത്ത ഹാഫിൽ മുഹമ്മദ് ഇസ കണ്ണൂർ. അവന് വേണ്ടി അറബിക് വിഭാഗം സീനിയർ കലാപ്രതിഭയെ തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ ഹസീബ് രാമപുരം. അവന് വേക്കത്ത്. അബ്ദുൽ ഹസീബ് രാമപുരം. ബഹുമാനപ്പെട്ട സംസാർ ഉസ്താദ് സംസാരം വഴിക്ക് നിർത്തിക്കുകയാണ്. ഇൻഷാല്ലാ തുടരുകയാണ്. നമ്മളത് കേട്ടു പൂതി തീർന്നിട്ടില്ല. ഇസ്ലാമിക മൂല്യങ്ങൾ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ സയ്യിദ് അവറുകൾ ഇനി കൂടുതൽ ഇരിക്കുമ്പോൾ രാവിലെ 6 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ട് തങ്ങളുടെ അനുഗ്രഹ പ്രഭാഷണവും ദുആയും ഇൻഷാല്ലാ നടക്കുകയാണ്. അതിനുവേണ്ടി ആദരവോടെ ബഹുമാനത്തോടെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ കൂടിയാണ്. അത് പ്രത്യേകം ഞാൻ എടുത്തു പറയണം. നമ്മളെല്ലാ കാര്യങ്ങളിലും നമുക്ക് നിർദ്ദേശം തരുന്ന, നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും പോയി പറയുന്ന ബഹുമാന്യരായ സയ്യിദ് നാസർ അബ്ദുൽ ഹൈബ് ശിഹാബ് തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ചാടി നടന്നിട്ട് മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ഉമ്മത്തിന്റെ നിർവഹിച്ചുകൊണ്ടിരിക്കുക. അവർക്കൊക്കെ അതുപോലെ മറ്റുള്ള ആലിമീങ്ങൾ, സാദാത്തുക്കൾ, അവർക്ക് എല്ലാവർക്കും എല്ലാ ഉയർച്ചയും നൽകണേ റബ്ബേ ആമീൻ എന്ന് ദുആ ചെയ്യുന്നതോടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അഭിനന്ദനായ അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായ നമ്മുടെ ഈ മഹത്തായ വേദിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന സംസാറുൽ ഹക്ക് ഉദവി അവരുടെ ഒന്നരായ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളും എല്ലാമെല്ലാമായ അയ്യൂബ് സക്കാഫി, മറ്റു സയ്യിദന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, ഈ മുബാറക്കായ മജ്ലിസിൽ സന്നിഹിതരായ സഹോദര സഹോദരിമാർ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്യാമ്പസിന്, നമ്മുടെ ഈ കോളേജിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ, ഉമറാക്കൾ, അതുപോലെ മറ്റ് ഇതിൻ്റെ ഉന്നമനത്തിനായി, ഇതിൻ്റെ നടത്തിപ്പിനായി വളരെ ആത്മാർത്ഥതയോടുകൂടെ സേവനം ചെയ്യുന്ന, ഇന്നിവിടെ നമ്മൾ ഉപഹാരങ്ങളൊക്കെ കൊടുത്ത ഒരുപാട് സഹോദരന്മാർ, അല്ലാഹു അവർക്കും നമുക്കൊക്കെ ദീനിൽ സേവനം ചെയ്യാനുള്ള ആരോഗ്യവും അതിനുള്ള കഴിവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. ഇരു ലോകത്തും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒരു വർഷത്തേക്ക് ഒരു കുട്ടിക്ക് അതിൻ്റെ ചെലവിനേക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. ഓരോ മാസത്തിലും അതുപോലെ വർഷത്തിനുമൊക്കെ വളരെ ഇവിടുന്ന് നിർദ്ദേശം കിട്ടിയപ്പോൾ അത് ശിരസാ വഹിച്ചുകൊണ്ട് അത് ഏറ്റെടുത്ത സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ, ആ ദീനിൻ്റെ ഉലൂമുകൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു കേന്ദ്രം, എല്ലാ അർത്ഥത്തിലും ഉന്നതമായ ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. അൽഹംദുലില്ലാഹ്, മഹാനായ മൗലാ തങ്ങളുടെ പേരിലുള്ള അവിടുത്തെ ആ മുഹിബ്ബീങ്ങൾ എല്ലാവരും കൂടി നടത്തപ്പെടുന്ന ഒരു സ്ഥാപനം. വലിയ ഉത്തരവാദിത്വത്തോടുകൂടെ വളരെയധികം സൂക്ഷ്മതയോടുകൂടെ നടത്തപ്പെടുന്ന ഈ കേന്ദ്രത്തിന് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടായിരിക്കണമെന്ന അവസരത്തിൽ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം നമ്മുടെ ജീവിതം അവസാനിച്ചാലും മരണപ്പെട്ടു പോയാലും നമുക്ക് നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഫലമാണ് ഇത്തരം കർമ്മങ്ങളൊക്കെ. മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോകും. 3 ഒഴികെ. അതിലൊന്ന് ജാരിയായ സ്വതക്കയാണ്. ഇത്തരം സ്ഥാപനത്തിനൊക്കെ വേണ്ടി നമ്മൾ ചെറുതായതാലും വലുതാണെങ്കിലും അതൊക്കെ വലിയ മുതൽക്കൂട്ടാണ്. നമുക്ക് ഉഖ്റവിയായ ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ആയതുകൊണ്ട് നാം നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഇതിനൊക്കെ സഹായിക്കുക, സഹകരിക്കുക. ഇതൊക്കെ നമുക്ക് അവസാനമുണ്ടാവുകയും ആയതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണമെന്ന് ആദ്യമേ ഓർത്തുകയാണ്. ഇതിനൊരുപാട് ആളുകൾ, ഇതിനകം തന്നെ ഒരുപാട് ആളുകൾ ഇതിന് സ്ഥലം തന്നവരും ബിൽഡിങ്ങിലേക്ക് സാമ്പത്തികമായി സഹായിച്ചവർ, ശരീരം കൊണ്ടും വാക്കുകളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ സഹായിച്ച ഒരുപാട് സഹകരിച്ച വ്യക്തിത്വങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ അടിമകൾ, ആ അടിമകൾക്ക് അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുന്ന മാസം. ഷഹ്റുല്ലാഹിൽ അസബ് തുസബ്ബു ഫീഹിൽ ബറകാത്തു അലൽ ബറായ.
ബറക്കത്ത് ചൊരിഞ്ഞപ്പെടുക്കുന്ന മാസം. വതുളഅഫു ഫീഹിൽ ഹസനാത്ത്, ഹസനാത്തുകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്ന മാസം. വതുംഹാ ഫീഹിൽ സയ്യിആത്ത്, ദോഷങ്ങൾ മായ്ക്കപ്പെടുന്ന മാസം. അള്ളാഹുവിൻ്റെ മാസം, വലിയ പുണ്യമുള്ള മാസം. അതിനേക്കാൾ ഉപരി അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ അവൻ്റെ ഇഷ്ടദാസനായ അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്രാഉം മിഅ്റാജും ആ യാത്രയാണം നടത്തിയ മാസം. അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് അള്ളാഹു ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയ ആ മാസം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായൊരു സമ്മാനം നൽകിയ, നിസ്കാരമെന്ന ആ സമ്മാനം നൽകിയ മാസം. മഹത്തുക്കളായ ഒരുപാട് ആരിഫീങ്ങൾ, ഔലിയാക്കൾ അവർ മൺമറഞ്ഞ മാസം. ഇങ്ങനെ ഒരുപാട് ഒരുപാട് പുണ്യമുള്ള മാസമാണ്. അവ ഈ മാസം പ്രത്യേകം നമ്മൾ ഗൗനിക്കേണ്ട മാസമാണ്. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ദുആ ചെയ്തിരുന്ന മാസമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ. അപ്പം അങ്ങനെയുള്ള ഒരു പുണ്യമാസത്തിലാണ് നമ്മളിവിടെ ഈ ഒരു സൽക്കർമ്മവുമായി മുന്നിട്ട് കൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നത്. അതായതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടവരാണ്. നമുക്കറിയാലോ ഓരോ സന്ദർഭങ്ങളും അവസരങ്ങളൊക്കെ. ഇന്നാള് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് പോയി. അപ്പം അവിടെ ഒരു മരിച്ച വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ അവിടെ പോയപ്പോൾ എന്താ, അലക്കുന്ന ഒരു സ്ത്രീ വസ്ത്രമലക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വസ്ത്രമലക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വാഴക്കുല ഉണ്ടായിരുന്നു. അത് വെട്ടി അവിടെ എന്തോ ചേമ്പ് അത് കളക്കാൻ വേണ്ടി പോയി. ചേമ്പ് കളക്കുന്നതോടെ കുഴഞ്ഞു വീണു. ഉമ്മ ഓടി വന്നപ്പോൾ 30 വയസ്സായ ഒരു സ്ത്രീയാണ്, മരണപ്പെട്ടു. ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ പെട്ടെന്നുള്ള മരണങ്ങളും മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ ഈ സമയം ഇന്നലെ കഴിഞ്ഞു, അത് കിട്ടില്ല, നാളെ കിട്ടുമോ എന്നറിയില്ല. ഇന്ന് നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഓരോ അംഫാസുകളും അല്ലാഹുവിൻ്റെ ദുആത്തിലായി നമ്മൾ വിനിയോഗിക്കുക. ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട് അംഫാസ്, അതൊക്കെ വലിയ വലിയ വിഷയമാണ്. അതൊക്കെ നമ്മുടെ ഓരോ ശ്വാസത്തിലും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അള്ളാഹുവിലേക്ക് സർവ്വതും അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ അള്ളാഹുവിൽ അർപ്പിച്ചാൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ നാം അറിയാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു തരും. അള്ളാഹുവിൽ തവക്കുലാക്കേണ്ട പ്രകാരം നാം തവക്കുലാക്കണം. ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖക്കും കമാ യർസുഖു ത്വയ്റ തഗ്ദു ഖിമാസം വതറൂഹു ബിത്താന. അള്ളാഹുവിൻ കാര്യങ്ങളൊക്കെ തവക്കുലാക്കേണ്ട പ്രകാരം നാം തവക്കുലാക്കിയാൽ, അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണിത്. നിങ്ങൾ അള്ളാഹുവിൽ കാര്യങ്ങളൊക്കെ തവക്കുലാക്കുകയാണെങ്കിൽ ഹക്ക തവക്കുലിഹി, എങ്ങനെയാണോ തവക്കുലാക്കേണ്ടത് ആ പ്രകാരം തവക്കുലാക്കിയാൽ ലർസഖക്കും കമാ യർസുഖു ത്വയ്ർ, പക്ഷിക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത് പോലെ
നിങ്ങൾക്കും അല്ലാഹു റിസ്ക് നൽകും. പശുക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? തഹുദു ഹിമാസം വതുറൂഹു ബിത്താന, ഒട്ടിയ വയറുമായി അത് രാവിലെ കൂട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വിശന്ന വയറുമായി അത് പുറത്തേക്ക് ഇറങ്ങുന്നു. എവിടെയാണ് ഭക്ഷണം എന്നുള്ളത് എന്നത് അതിന് ലക്ഷ്യമില്ല, അലക്ഷ്യമായി പോകുന്നു. വതുറൂഹു ബിത്താന, വയറ് നിറച്ചുകൊണ്ട് കൂട്ടിലേക്ക് വൈകുന്നേരം തിരിച്ചു വരികയാണ്. അപ്പം അള്ളാഹുവിൽ കാര്യങ്ങളൊക്കെ തവക്കുലാക്കിയാൽ ഇതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നാം അറിയാത്ത രീതിയിൽ അള്ളാഹു നിർവഹിക്കും, അള്ളാഹു നമുക്ക് തരുമെന്നുള്ളതാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ആയതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ തവക്കുലാക്കി എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മഹാരഥന്മാരായ നമ്മുടെ മശായിഖന്മാർ നമ്മിലേക്ക് പകർന്ന ആ ജീവിതം, അവർ നമുക്ക് കാണിച്ചു തന്ന മാർഗം അവലംബിച്ചുകൊണ്ട് അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഓരോ അവസരങ്ങളും അത് അള്ളാഹുവിൻ്റെ ത്വഅത്തിൽ വിനിയോഗിക്കപ്പെട്ട സന്ദർഭങ്ങളും സമയങ്ങളുമാണ്. ഇങ്ങനെ നമ്മുടെ ഓരോ സന്ദർഭങ്ങളും ആ തഖ്വയോടുകൂടെ ജീവിക്കുമ്പോൾ വലിയ എല്ലാം കൂടിക്കൊണ്ടുള്ള അവസാനം നമ്മൾ മരിക്കുന്ന അവസരത്തിൽ മലായിക്കത്തുകൾ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു. അപ്പം അങ്ങനെയുള്ളൊരു ജീവിതമാണ് നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ മുൻഗാമികൾ, ആരിഫ്യങ്ങൾ, ഔലിയാക്കളൊക്കെ നമ്മിലേക്ക് പകർന്നത്. ആ ജീവിതം അനുകരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നാമൊക്കെ ശ്രമിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി കബൂലാക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മുടെ ദാനധർമ്മങ്ങൾ, സദക്കകൾ, ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ഓരോ നാണയത്തൊട്ടുകളും അല്ലാഹു വലിയ പുണ്യമുള്ള ഒരു വലിയ സദക്കയായി അല്ലാഹു മാറ്റുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച സർവ്വ ആളുകൾക്കും അല്ലാഹു രണ്ട് ലോകത്തും എല്ലാവിധ ഐശ്വര്യവും എല്ലാ നിഅമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. നമ്മുടെ ജോലിയിലും കൃഷിയിലും കച്ചവടത്തിലൊക്കെ അല്ലാഹു തആല ഖൈറും ബറക്കത്തും ആഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ മാരകമായ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് ബാധിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ ശിഫയാക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ മാരകമായ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ, അതിൻ്റെ അണുക്കൾ ഞങ്ങളുടെ തടിയിലോ ഞങ്ങൾ ബന്ധപ്പെട്ടവരിലോ തടിയിലോ ഉണ്ടെങ്കിൽ ആ അണുക്കളെ നീ നിഷ്ഫലമാക്കണേ റഹ്മാനെ. അല്ലാഹുവെ, എല്ലാവിധ ആഫത്ത്, ബലാ, മുസീബത്തിൽ നിന്നും, എല്ലാ ഷർറുകളിൽ നിന്നും, എല്ലാ ഫിത്ന ഫസാദിൽ നിന്നും ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അപകട മരണത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. ദുർമരണത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവെ, ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ഇരു ലോകത്തും ഉപകരിക്കുന്ന ഇൽമ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സന്താന ഭാഗ്യമില്ലാതെ വിഷമിക്കുന്നുണ്ട്, അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ റഹ്മാനെ. ഗർഭിണികളുണ്ട് റബ്ബേ, അവർക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. കടം കൊണ്ട് വലയുന്നുണ്ട്, കടം വീട്ടാനുള്ള മാർഗം തുറന്നു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവെ, മക്കളില്ലാതെ വളണ്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ മക്കളില്ലാത്തവർ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവെ, നിന്റെ ആ കരുണ കൊണ്ട് അവർക്ക് നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മശായിഖന്മാർ ഞങ്ങളിലേക്ക് പകർന്ന നല്ല ജീവിതം അനുകരിച്ചുകൊണ്ട് ചിട്ടയോടുകൂടെ ജീവിക്കാൻ, അതുവഴി ഇരുലോക വിജയം കൈവരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ ഇതിനു വേണ്ടി ഓരോ കുട്ടികളുടെയും ചെലവ് ഏറ്റെടുത്തവർ, ഒരു വർഷത്തേക്ക് ഏറ്റെടുത്തവർ, ഒരു മാസത്തേക്ക് ഏറ്റെടുത്തവർ, എല്ലാവർക്കും റഹ്മാനായ റബ്ബെ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അവരുടെ ജോലിയിലും കച്ചവടത്തിലൊക്കെ ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. എല്ലാവിധ ഷർറിൽ നിന്നും അവരെയും ഞങ്ങളെയൊക്കെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في كسبنا وتجاراتنا وسائر معاملاتنا. اللهم بارك لنا في تعلمنا وتعليمنا وتدريسنا. اللهم اجعلنا من الذاكرين وأحينا من الذاكرين واشرنا غدا في زمرة الذاكرين بحق سيد الذاكرين. اللهم ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الدين. اللهم شتت شملهم. اللهم فرق جمعهم. اللهم انصرنا عليهم يا خير الناصرين. اللهم أعزنا بعزتك وأكرمنا بكرامتك واحفظنا بحفظك ونبر قلوبنا بنور معرفتك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ കുടുംബങ്ങളെല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റഹ്മാനെ. അവിടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗപൂന്തോപ്പാക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ചുരുങ്ങിയ വാക്കുകളിലൂടെ നമുക്ക് ആവശ്യമായ നസീഹത്ത് നൽകി നല്ലൊരു ദുആ നടത്തി തന്ന സയ്യിദ് അവറുകളോട് എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റബ്ബേ എന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദ് അവറുകളെ വീണ്ടും പ്രഭാഷണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആരും പ്രയാസപ്പെടരുത്, വല്ലാതെ വൈകാതെ നമ്മുടെ പരിപാടി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദിനെ ആദരവോടെ പ്രഭാഷണത്തിന് ക്ഷണിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊന്ന് എഴുന്നേറ്റ് 3 സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? ഒന്ന് ഫ്രഷ് ആവാനേ. എല്ലാവരും ഒന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ എഴുന്നേക്കി. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. بارك الله فيكم. جزاكم الله خير. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഒരു ദിവസം ഇന്നി ലഅലമു ഇദാ കുൻതി അന്നി റാദിയ വഇദാ കുൻതി അലയ്യ ഗദ്ബ. മനുഷ്യരുടെ മനസ്സുകളുടെ അവസ്ഥകളെ അറിയാൻ പറ്റുന്ന വിധം ഒരു മനുഷ്യന്റെയും മനസ്സിന് വേദനയുണ്ടാകാത്ത വിധം മനുഷ്യരുടെ വികാര വിചാരങ്ങളെ, തോന്നലുകളെ, അവസ്ഥകളെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയും റസൂലുള്ളാഹി തങ്ങളും എന്തെങ്കിലും സംസാരത്തിനിടയിൽ, ഭാര്യ ഭർത്താക്കന്മാരല്ലേ,
അപ്പൊ ഇടക്കിടക്ക് പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. കുച്ച് റൂഠി ബിഹോ കുച്ച് ഷിക്കായച്ച് ബിഹോ, ചിലപ്പോ കുറച്ച് പരാതികൾ ഉണ്ടാകും, പിണക്കങ്ങൾ ഉണ്ടാകും. റൂഠന എന്ന ഉറുദുവിൽ പറയുമ്പോൾ പിണങ്ങ എന്നാണ്. കുച്ച് റൂഠി ബിഹോ കുച്ച് ഷിക്കായത്ത് ബിഹോ റൂഠനെ മേ മസാ സിയാദാ ഹൈ. പിണക്കങ്ങളിൽ സ്നേഹം കൂടുതലുണ്ടാകുന്ന പറയാ. കൂടുതലില്ലെങ്കിൽ പിണങ്ങാൻ പോണ്ടേ. പിണക്കങ്ങൾ ചിലപ്പോഴേ പരസ്പരം തെറ്റിദ്ധാരണ കൊണ്ടോ ധാരണ പിശക് കൊണ്ടോ ഒക്കെ സംഭവിക്കാം. അപ്പൊ തങ്ങളും ബീവി റളിയല്ലാഹു അൻഹയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോ ആയിഷ ബീവിക്ക് ദേഷ്യം വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ തങ്ങൾ പറഞ്ഞു, ബീവി എനിക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുള്ളത് എപ്പോഴാണ് ദേഷ്യമില്ലാത്തത് എന്ന്. സ്വഹീഹ് മുസ്ലിമിൽ റിവായത്ത് ചെയ്യപ്പെട്ട വളരെ സ്വഹീഹായ ഹദീസാണിത്. ഇതിന്റെ വല്ലാത്തൊരു അത്ഭുതം, ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിൽ പരസ്പരം സെന്റിമെന്റ്സുകൾ അറിയണം എന്ന് പറയും, അല്ലെങ്കിൽ ഇമോഷൻസ് റീഡ് ചെയ്യാൻ കഴിയണം, ഭാവങ്ങളെ, തോന്നലുകളെ, ധാരണകളെ മനസ്സിലാക്കാൻ കഴിയണമെന്നാണ്. അപ്പം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളോട് ചോദിച്ചു, നബിയേ, എന്താണ്, എങ്ങനെയാണ് അങ്ങേക്കത് അറിയുന്നത്? അപ്പൊ പറഞ്ഞു, ഞാനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ചർച്ച നടക്കുമ്പോ അല്ലെങ്കിൽ വാദിക്കുമ്പോഴേ നിങ്ങളുടെ വാദം ശരിയാണ് എന്ന് പറയാൻ വേണ്ടി ബീവി നിങ്ങൾ പറയും, ലാ വറബ്ബി മുഹമ്മദിൻ, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി തങ്ങളുടെ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ചിലപ്പോ നിങ്ങൾ പറയും, ലാ വറബ്ബി ഇബ്രാഹിം, അല്ല ഇബ്രാഹിം നബിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ഞാനിവിടെ മുമ്പിലുണ്ടായിരിക്കെ എന്റെ പേര് പറയാതെ വല്ലിപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞ് ഇബ്രാഹിം നബിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ പറഞ്ഞതാ ശരി എന്നൊക്കെ ആയിഷ ബീവി നിങ്ങൾ പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഇച്ചിരി റിസെന്റ്മെന്റ്സ്, ഒരു ചെറിയൊരു വെറുപ്പ് എന്നതിനെ പറയാൻ പാടില്ല. ആയിഷ ബീവിക്ക് തങ്ങളോട് വെറുപ്പൊന്നുമില്ല, എന്നാലും ഒരു ദേഷ്യം ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു അമർഷം വന്നിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലാണെങ്കിലും നിങ്ങൾ പറയും, ലാ വറബ്ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി തങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. നമുക്ക് അള്ളാഹുവിനെ റബ്ബ് തആലയോ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയോ വെച്ച് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. എന്റെ കുട്ടിനെ തന്നെ സത്യം ഒന്നും പറയാൻ പാടില്ല, ഉമ്മാനെ തന്നെ സത്യം അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് റബ്ബ് തആലയുടെ സിഫത്തുകളെ സംബന്ധിച്ചോ അത് വെച്ചുകൊണ്ടേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഏതായിരുന്നാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പൊന്നാര നബിയെ, ആ പറഞ്ഞത് വളരെ ശരിയാണല്ലോ. ലാ അഹ്ജുറു ഇല്ലാ ഇസ്മക്, എനിക്ക് ദേഷ്യം വന്നാൽ അങ്ങയുടെ പേര് ഞാൻ അവിടെ പറയില്ല, അത്രയേ ഞാൻ ചെയ്യാറുള്ളൂ, അതിലുപരി ഞാൻ ഒന്നും ചെയ്യാറില്ല. അത് അങ്ങ് മനസ്സിലാക്കിയല്ലേ നബിയെ. എന്നാൽ ഇവിടെ മുതൽ, ഇന്നു മുതൽ ഞാൻ ആ പരിപാടി നിർത്തി, ഞാൻ അങ്ങനെ പറയൂല. എപ്പോഴും ലാ വറബ്ബി മുഹമ്മദിൻ, അല്ലല്ല ഞാൻ പറഞ്ഞതാണ് ശരി, മുഹമ്മദ് നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ ഇനി അങ്ങനെ പറയുള്ളൂ, ഇനി മുതൽ അങ്ങയുടെ പേര് പറയാതിരിക്കുന്നത് പോലും ഞാൻ ചെയ്യില്ലെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. ഒന്ന്, ദേഷ്യപ്പെടുമ്പോഴേ ഒന്നും മിണ്ടാതിരിക്കുക എന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. ദേഷ്യപ്പെടുമ്പം മിണ്ടാതിരിക്കുക, അവിടെ നിന്ന് എണീറ്റ് പോരാ, അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക. ദേഷ്യം വരുമ്പോ പലതും നമ്മൾ ചെയ്തു പോകും, പറഞ്ഞു പോകും, ചിലതൊക്കെ പിന്നീട് ഖേദിക്കേണ്ടി വരും. ആ നേരത്തെ പറഞ്ഞു പോകുന്ന വാക്കുകളുടെ അതിന്റെ ഭാരവും അതിന്റെ ആഴവും മുറിവും അതിന്റെ നോവലുമൊക്കെ മാറ്റിയെടുക്കാൻ ഒരുപാട് കാലം വേണ്ടി വന്നേക്കും. അപ്പൊ ആണുങ്ങളെ, പെണ്ണുങ്ങളെ, സഹോദര സഹോദരിമാരെ, ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നത് പുണ്യനബിക്ക് ഇഷ്ടമല്ലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെപ്പോഴും നമ്മുടെ എഴുത്തുകളിൽ, സോഷ്യൽ മീഡിയയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ശരിക്കും ദീൻ ആദ്യം പഠിക്കണം. ദീൻ പഠിച്ചിട്ടാണ് പിന്നെ ബാക്കി ആവേശങ്ങളൊക്കെ കാണിക്കേണ്ടത്. ദീൻ മാത്രം പഠിച്ചിട്ടില്ല, ബാക്കിയെല്ലാം പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് അങ്ങനെ എഴുതാണ്. നമുക്കങ്ങനെ എഴുതാൻ പാടില്ല. നമുക്കവിടെ അച്ചടക്കം പാലിക്കണം, കുറച്ച് ഡിസിപ്ലിൻ പാലിക്കാനുണ്ട്. നമുക്ക് തോന്നിയതൊന്നും പറയാനോ എഴുതാനോ അള്ളാഹു അനുവാദം തന്നിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും എന്തൊക്കെ ദേഷ്യപ്പെടാനുണ്ട്, എന്തൊക്കെ പറയാനുണ്ട്, പറയാൻ പാടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ
പുണ്യനബി തങ്ങളുടെ ഇടപെടലിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം അതാണ്. മനുഷ്യരുടെ അഭിമാനം വലുതാണ്. ബഹ്റൈൻ എന്ന പേരുള്ള ഇന്നത്തെ സൗദി അറേബ്യയിലെ അഹ്സാ എന്ന് പറയുന്ന പ്രദേശം, പഴയ കാലത്തെ ബഹ്റൈൻ എന്നാണ് പറയാ. ഇന്നത്തെ ബഹ്റൈൻ അന്നില്ല. അന്ന് ബഹ്റൈൻ ഉണ്ട്, അത് ഇപ്പോഴത്തെ അഹ്സാ ആണ്. അവിടെ നിന്ന് മഹാനായ സ്വഹാബി അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണകൂടത്തെ അവിടെ നിന്ന് മഹാനായ ഹബീബിന്റെ കാലത്ത് സമ്പത്തുമായി കടന്നു വന്നപ്പോ, അവിടെ നിന്ന് സക്കാത്തുമായി കടന്നു വന്നപ്പോ, സ്വതക്കകളുമായി കൊണ്ടുവന്നപ്പോ, മദീന പള്ളിയുടെ ഉള്ളിലെന്ന സ്വഹാബികൾ സുബഹി നിസ്കാരത്തിന് തിക്കും തിരക്കുമായിരുന്നു. പൈസ വന്നിട്ടുണ്ട്, സമ്പത്ത് വന്നിട്ടുണ്ട്, പട്ടിണി മാറാറായിട്ടുണ്ട്. ബഹ്റൈൻ എന്ന അന്ന് വിളിക്കുന്ന അഹ്സാ, ഇന്നത്തെ അഹ്സാ, ഒരുപാട് മുതലാളിമാരുള്ള നാടാണ്. അപ്പൊ സമ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സക്കാത്ത് എത്തിയിട്ടുണ്ട്. സക്കാത്തിന്റെ അർഹരായ സുഹാബിമാർ ഹബീബിന്റെ പള്ളിയിലേക്ക് ഓടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുഖഭാവങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. സുഹാബിമാർ തങ്ങളോട് എന്തെങ്കിലും പറയുന്നതിന്റെ മുമ്പ് അവർക്ക് വേണമെങ്കിൽ പറയാം, നബിയെ, അബൂ ഉബൈദ തങ്ങൾ ഇന്നലെ വന്നു എന്ന് ഞങ്ങൾ കേട്ടല്ലോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, തരാനുണ്ടോ നബിയെ എന്ന് ഹബീബിനോട് ചോദിക്കാം. പക്ഷേ തങ്ങൾ അവരത് ചോദിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ ഒരൽപ്പം അഭിമാനത്തിന് കുറവ് വരുന്ന വിഷയമാണ്. അതുകൊണ്ട് പുണ്യനബി സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് നിന്നു. ഒരാമുഖവുമില്ല. അദുന്നുക്കും, ഞാൻ മനസ്സിലാക്കുന്നു, അന്നക്കും സമിഅ്തും അന്ന അബൂ ഉബൈദ ഖദിമ മിനൽ ബഹ്റൈൻ, അബൂ ഉബൈദ ബഹ്റൈനിൽ നിന്ന് ഇന്നലെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അജൽ യാ റസൂലല്ലാഹ്, അതേ നബിയെ ഞങ്ങൾ അറിഞ്ഞു. അവരത് ചോദിക്കാൻ മടിയുണ്ടാവും. അപ്പൊ തങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അറിഞ്ഞല്ലേ? ഫഅബ്ശിറൂ വഅമ്മിലൂ മാ യസുറുക്കും, അതുകൊണ്ട് സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് സന്തോഷമുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് സന്തോഷിപ്പിച്ചു തരാം. ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നുപെടുമോ എന്നല്ല ഞാൻ പേടിക്കുന്നത്, നിങ്ങളുടെ കൈകളിലേക്ക് സമ്പത്ത് ധാരാളമായി വരികയും ആ സമ്പത്തിന്റെ പിറകിൽ നിങ്ങൾ നെട്ടോട്ടം ഓടുകയും മത്സരിക്കുകയും ചെയ്യുമോ? അങ്ങനെ മുൻഗാമികൾ നശിച്ചുപോയ പോലെ സമ്പത്തിന്റെ പിറകിൽ നടന്ന് നിങ്ങൾ നശിച്ചു പോകുമോ? ചിന്തയും കഴിവുകളും അറിവും ജ്ഞാനവും ഇതെല്ലാം ഉപയോഗിക്കേണ്ടതിന് പകരം സമ്പത്തിന്റെ പിറകിൽ മാത്രം നടന്ന് നിങ്ങളുടെ സംസ്കാരം ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഈ സുബ്ഹി നിസ്കാരത്തിന്റെ സംസാരത്തിലാണ്. സ്വഹാബിമാർ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു. അവർക്ക് കിട്ടേണ്ടത് പൈസയായിരുന്നു, ദാരിദ്ര്യം കൊണ്ടാണ്, പ്രയാസം കൊണ്ടാണ്. പക്ഷേ അവരത് ചോദിക്കുന്നത് പോലും നബി തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിന്റെ ചിന്തകളെ നബി തങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ രസകരമായ ചരിത്രമുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടതായിരിക്കാം. രണ്ട് കൂട്ടുകാർ, അവരും മിഖ്ദാദ് എന്നവരും മദീനയിലേക്ക് വന്നിരിക്കുകയാണ്. വഖദ് ദഹബത് അസ്മാഉനാ വഅബ്സാറുനാ മിനൽ ജഹദ്, ക്ഷീണിച്ചിട്ട് കണ്ണും കാതും വർക്ക് ചെയ്യുന്നില്ല. പറഞ്ഞാൽ കണ്ണും കാണുന്നില്ല, കേൾക്കുന്നില്ല, വിശപ്പ് കൊണ്ട് മദീനയിൽ വന്നു. ഫജഅൽനാ നഅരിദു അൻഫുസനാ അലാ അസ്ഹാബി റസൂലില്ലാഹ്, സ്വഹാബിമാരെ കണ്ട് മദീനയിൽ അവരോടൊക്കെ ചോദിച്ചു, ഞങ്ങൾക്ക് ഭക്ഷണമുണ്ടോ, ഞങ്ങൾക്ക് വെള്ളമുണ്ടോ, ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഒരു ഇടം തരുമോ? ആരും അവരെ സ്വീകരിക്കുന്നില്ല. അഭയമില്ലാത്തവർക്ക് അഭയമായ ഒരാൾ അവിടെയുണ്ട്, പേടിയുള്ളവർക്ക് അഭയം നൽകാൻ ഒരാൾ അവിടെയുണ്ട്. جاءت إليه حمامة مشتاقة
تشكو إليه بقلب صب واجف من أخبر الورقاء أن مقامكم حرم وأنك ملجأ للخائفين. ഓടി വന്ന മാടപ്രാവ്, പേടിച്ചു വന്ന മാടപ്രാവ് തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് സഹിക്കാൻ കഴിയാതെ ഹബീബേ അങ്ങയുടെ അരികത്ത് വന്ന് പരാതി പറഞ്ഞല്ലോ നബിയേ. ജാഅത് ഇലൈഹി ഹമാമത്തുൻ മുഷ്താഖതൻ തഷ്കൂ ഇലൈഹി ബിഖൽബി സുബ്ബിൻ വാജിഫി. ഹൃദയത്തിൽ ഒരു ഉമ്മയായി തന്റെ കുഞ്ഞുങ്ങളോടുള്ള അടക്കാത്ത സ്നേഹമുള്ള ഒരു മാതൃഹൃദയവുമായി പുണ്യനബിയോട് പരാതി പറയാൻ വന്ന ഒരു പ്രാവിന്റെ കഥയുണ്ട്. സ്വഹാബിമാർ ആ പ്രാവിന്റെ കുഞ്ഞുങ്ങളെ എടുത്ത് കൊണ്ടുവന്നപ്പോ من أخبر الورقاء أن مقامكم حرم وأنك ملجأ للخائفين. 1000-ഓളം വരുന്ന സ്വഹാബിമാർ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രാവിന്റെ 2 കുഞ്ഞുങ്ങളെ 2 സ്വഹാബിമാർ പിടിച്ചു കൊണ്ടുവന്നത്. 1000 ആളുകൾ നടന്നു പോകുന്ന മാർച്ചിനിടയിൽ ആരാണാവോ ആ പ്രാവിനോട് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഹബീബായ റസൂലായ അങ്ങയോടാണ് പരാതി പറയേണ്ടത് എന്ന് ആര് പ്രാവിനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു? കാരണം മറ്റാരുടെയും അരികത്ത് പോകാതെ ഹബീബിന്റെ അരികത്ത് വന്നുകൊണ്ടാണ് ആ ഹമാമ, ആ പ്രാവ് പരാതി പറഞ്ഞത്. ആരോടൊക്കെ പറയാമായിരുന്നു? ജാഅത് ഇലൈഹി ഹമാമത്തുൻ മുഷ്താഖതൻ تشكو إليه بقلب صب واجف من أخبر الورقاء أن مقامكم حرم وأنك ملجأ للخائفين. പേടിക്കുന്നവർക്ക് അഭയമാണ് നബിയേ അങ്ങ്. അങ്ങ് ഹറമാണ്, സുരക്ഷിതമായ അള്ളാഹുവിന്റെ പ്രൊട്ടക്റ്റഡ് സാങ്ച്വറിയാണെന്ന് ആരാണാവോ ഈ പ്രാവിനോട് പറഞ്ഞു കൊടുത്തത് എന്ന് കവി ചോദിക്കുന്നു ഹബീബായ നബി തങ്ങളെ കുറിച്ച്. അവരായിരുന്നു നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅതൈനാ റസൂലല്ലാഹ്, ഞങ്ങൾ ഹബീബിന്റെ അരികത്ത് വന്നുവല്ലോ. തങ്ങളോട് പറഞ്ഞു നബിയേ, ആരും അഭയം തരാൻ കൂട്ടാക്കുന്നില്ല, ആരെക്കൊണ്ടും ആവുന്നില്ല. ഞാനും എൻ്റെ 2 കൂട്ടുകാരും മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, ഞങ്ങൾക്ക് അഭയം തരണം നബിയേ. സമ്മതം, നിങ്ങൾ എൻ്റെ അതിഥികളാണ്. നിങ്ങൾക്ക് ഭക്ഷണം ഇതാ 3 ആടുകൾ നമുക്കുണ്ട്. ആ ആടുകളുടെ പാല് കറന്നു വെച്ച് നമ്മൾ 4 പേരായി ഓഹരി വെക്കും. ഓരോരുത്തരും ഓരോ കപ്പ് പാല്. രാത്രി അതാണ് ഭക്ഷണം, ഉച്ചക്കും അത് തന്നെയാണ്. ധാരാളം മതി നബിയേ, ഞങ്ങൾക്ക് സന്തോഷമായി. ഫകുന്നാ നഹ്തലിബു ഫയശ്റബു കുല്ലു ഇൻസാനിൻ നസീബ. ഞങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഓഹരി വെച്ച പാല് തന്നെ കുടിക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അരികത്തേക്ക് പിശാച് കടന്നു വന്നു എന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. മറ്റൊന്നുമല്ല, രാത്രി വിശക്കുന്നുണ്ട്. ഹബീബിന്റെ 1 കപ്പ് പാല് അടുക്കളയിൽ തന്നെ കിടക്കുന്നു. നബി തങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. സമയം വൈകിയല്ലോ. ഇനി ഹബീബ് വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരുന്നത്. എൻ്റെ 2 കൂട്ടുകാർ മദീന പള്ളിയിൽ കിടക്കുകയാണ്. ഞാനാണെങ്കിലോ ഹബീബിന് എടുത്തു വെച്ച പാല് എനിക്ക് കുടിക്കണം എന്ന ആഗ്രഹത്തിൽ എന്റെ മനസ്സിൽ പിശാച് പലതും പറഞ്ഞു. നബി തങ്ങൾ അൻസ്വാരികളുടെ വീട്ടിലേക്കല്ലേ പോയത്? അവര് ഭക്ഷണം കൊടുക്കുന്നവരാ, അവര് നബി തങ്ങളെ സൽക്കരിക്കുന്നവരാണ്. അതുകൊണ്ട് പുണ്യ നബി ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരുന്നത്. പിശാച് പറഞ്ഞ് മിഖ്ദാദ് എന്നവർ ഹബീബിന്റെ പാല് കുടിച്ചു റളിയല്ലാഹു അൻഹു, തങ്ങൾക്ക് വേണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് മനസ്സിനുള്ളിലേക്ക് സങ്കടം കടന്നു വരുന്നത്. ഹബീബായ നബി തങ്ങളെങ്ങാനും വിശന്നുകൊണ്ടാണ് വരുന്നതെങ്കിൽ ആ പാലിന്റെ 1 കപ്പ് പാല് നബി തങ്ങൾക്ക് വേണമെന്നിരിക്കെ ഞാനത് കുടിച്ചു തീർത്തു കഴിഞ്ഞല്ലോ. ഇനി ഹബീബായ നബി തങ്ങളെങ്ങാനും വരികയാണെങ്കിൽ എന്നോട് നബി തങ്ങൾ പിണങ്ങുമോ
എന്നോട് ദേഷ്യം തോന്നുമോ, എനിക്കെതിരെ പ്രാർത്ഥിക്കുമോ? വൈഹക യാ മിഖ്ദാദ്, മിഖ്ദാദേ നീ എന്ത് ചെയ്തുവെന്ന് എന്റെ ശരീരം എന്നോട് ചോദിക്കാൻ തുടങ്ങി. വൈഹക് മാദാ സ്വനഅത് അശരിബ്ത ശറാബ മുഹമ്മദിൻ, ഹബീബായ നബി തങ്ങളുടെ ഭക്ഷണമല്ലേ നീ കഴിച്ചത് എന്ന് സ്വന്തം ശരീരം ചോദിക്കാൻ തുടങ്ങി. ഇതാ ഹബീബായ നബി തങ്ങൾ വരുന്നു. ഹബീബായ നബി തങ്ങൾ ഫയദഉ അലൈക്, എന്റെ ശരീരം എന്നോട് പറയാൻ തുടങ്ങി, നബി തങ്ങൾ നിനക്കെതിരെ ദുആ ചെയ്യും. ഫതഹ്ലിക, അങ്ങനെ മിഖ്ദാദേ നിങ്ങൾക്ക് നാശം സംഭവിക്കും. ഫതദ്ഹബു ദുനിയാക വആഖിറതുക, ഞാൻ പേടിച്ചു, വല്ലാതെ പേടിച്ചു. വേണ്ടായിരുന്നു, ഒരു കപ്പ് പാലല്ലേ ഞാൻ കുടിക്കേണ്ടതില്ലായിരുന്നു. വല്ലാത്ത സങ്കടായി. ഹബീബായ നബി തങ്ങൾ വരുമ്പോൾ ഉറങ്ങിയതുപോലെ കിടക്കാം. ഹബീബായ നബി തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു മഹത്വം ഇവിടെ കാണാൻ കഴിയും. മിഖ്ദാദ് എന്നവർ പറയുന്നു, അലയ്യ ശംല ഇദാ വളഅതുഹാ അലാ ഖദമി ഖറജ റഅസി, എനിക്കൊരു പുതപ്പുണ്ട്, കാല് പുതച്ചാൽ തല പുറത്ത്, തല മറച്ചു കഴിഞ്ഞാൽ കാല് പുറത്ത്. ഞാൻ തലയും മൂടി ഒരു കിടത്തം കടന്നു, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഹബീബ് വരുന്നത് ഞാൻ കാത്തിരിക്കുകയാണ്. നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരിക എന്ന പ്രതീക്ഷയിൽ ഹബീബിന്റെ പാല് കുടിച്ചിട്ടാണ് മിഖ്ദാദ് എന്ന നബിയുടെ അതിഥി പരിശുദ്ധ പള്ളിയിൽ കിടക്കുന്നത്. തങ്ങൾ കടന്നു വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസല്ലമ കമാ കാന യുസല്ലിം, ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം പറയുന്ന ഹബീബ്. ثم أتى المسجد, സലാം പറഞ്ഞു, പള്ളിയിൽ കയറി. ഫസ്വല്ലാ, മസ്ജിദിൽ 2 റക്അത്ത് ഹബീബ് നിസ്കരിച്ചു. പുണ്യനബി പാല് കുടിക്കുന്നിടത്തേക്ക്, പാല് വെച്ചിടത്തേക്ക് പോകുന്നത് മിഖ്ദാദ് എന്നവർ അറിയുകയാണ്. നബി തങ്ങൾ സലാം പറഞ്ഞ ഒരു മഹത്വമുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഉണരാതെ, എന്നാൽ ഉണർന്നു കിടക്കുന്ന ഒരാൾ കേൾക്കത്തക്ക വിധം, ഉറങ്ങിയ ആളുടെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉറങ്ങാതെ കിടക്കുന്ന ഒരാൾക്ക് കേൾക്കാനും പറ്റുന്ന ശബ്ദത്തിലാ പുണ്യനബി സലാം പറയുന്നത്. മിഖ്ദാദ് എന്നവർ മെല്ലെ അത് കേട്ടു, എന്നാൽ അറിയാത്ത പോലെ കിടന്നു. ഹബീബ് പാല് വെച്ചിടത്തേക്ക് പോവുകയാണ്. فكشف عنه فلم يجد فيه شيئا, പാലിന്റെ പാത്രം കോപ്പ നബി തങ്ങൾ തുറക്കുന്നതൊക്കെ മിഖ്ദാദ് എന്നവർ അറിയുന്നു. അതിൽ പാലില്ലെന്നും നബി തങ്ങൾ അറിയുന്നു. പുണ്യ നബി ആകാശത്തേക്ക് കൈയുയർത്താൻ പോവുകയാണ്. മിഖ്ദാദ് എന്നവർ കണ്ണിലൂടെ കാണുന്നുണ്ട് ആ നേരിയ വെളിച്ചത്തിൽ, അല്ലാഹുവേ എന്റെ പാല് കുടിച്ചവനെ നീ നശിപ്പിക്കണേ എന്ന് പറയുമോ എന്ന് പേടിച്ചിരിക്കുമ്പോ പുണ്യനബി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി. പടച്ചവനെ, ഭക്ഷണമില്ല റബ്ബേ, വിശക്കുന്നുണ്ട്, കുടിക്കാനൊന്നുമില്ല റബ്ബേ, ദാഹമുണ്ട്. ആരാണോ എനിക്ക് ഭക്ഷണം തരുന്നത് അവർക്ക് സ്വർഗത്തിലെ ഭക്ഷണം നീ കൊടുക്കണേ. ആരാണോ എനിക്ക് കുടിക്കാൻ കൊണ്ടുതരുന്നത് അവർക്ക് നീ ദാഹം തീർത്തു കൊടുക്കണമേ എന്ന് പുണ്യനബി ദുആ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീനല്ലേ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. എതിരായി ദുആ ചെയ്യുമോ എന്ന് പേടിച്ചപ്പോൾ ദുആ ചെയ്യുന്നത്, എനിക്ക് ഭക്ഷണം തരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണേ. നമ്മുടെ നിഅമ ഫൗണ്ടേഷന്റെ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്ത സ്വതക്കകൾ അത് പൂർത്തിയായി നിർവഹിക്കാൻ അല്ലാഹു നമ്മളെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആ ചെയ്ത സ്വതക്കയെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ ദുആ ചെയ്യും, ഉറപ്പാണ്. അയ്യൂബ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവർ ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനാ, പടച്ചവനെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ നിന്റെ സ്വർഗീയ ഭക്ഷണം കൊടുക്കണമേ. വസ്ഖി മൻ സഖാനാ, ഞങ്ങൾക്ക് കുടിക്കാൻ പാനീയം തന്നവർക്ക് റബ്ബേ നീ കൊടുക്കണമേ നിന്റെ സ്വർഗീയ പാനീയങ്ങൾ. ആ ഒരു പ്രാർത്ഥനയേക്കാൾ എന്താണ് നമുക്കിനി വേണ്ടത്? അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് ചാടി എണീറ്റു.
ചാടി എണീറ്റിട്ട് മഹാനവറുകൾ പറയുന്നു, എന്റെ റസൂല് ദുആ ചെയ്തല്ലോ, എനിക്ക് ഭക്ഷണം നൽകുന്നവർക്ക് ഭക്ഷണം കൊടുക്കണേ. ഈ രാത്രിക്ക് രാത്രി ഹബീബിന് വേണ്ടി ആടിനെ അറുത്ത് ഞാൻ പാകം ചെയ്തു വേവിച്ച് നബി തങ്ങൾക്ക് കൊടുക്കും. ചാടി എഴുന്നേറ്റു. കത്തിയുമായി ഓടുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ, എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത്? അപ്പൊ ഉറങ്ങിയില്ലായിരുന്നു. ഇപ്പൊ വരാം നബിയെ, ഇപ്പൊ വരാം. എന്നിട്ട് മിഖ്ദാദ് തങ്ങൾ പറയുന്നു, ഞാൻ ആടിന്റെ അകിടുകൾ മെല്ലെ ഒന്ന് തടവി നോക്കി. പാല് കറന്നു വെച്ച ആടുകളാണിത്. ഇനി ഒരിക്കലും നേരം പുലരുന്നതിന് മുമ്പ് ഇനി അകിടുകൾ നിറയാൻ സാധ്യതയില്ല. പക്ഷേ മുഅ്ജിസത്തൻ ലിറസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. ആടിന്റെ അകിടുകൾക്ക് പാല് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ വിചാരിച്ചു, എന്നാൽ അറവ് നടത്തണ്ട, ആടിനെ അറുക്കരുത്. അങ്ങനെ പാല് കറന്നു, ഒരുപാട് പാല് കിട്ടി. ഹത്താ അലതുഹു റഗ്വ, ഞാൻ ആ പാത്രത്തിൽ നുര പൊന്തുന്നവരെ പാല് കറന്നു. എന്നിട്ട് ഹബീബിന്റെ അരികത്തേക്ക് വന്ന് പറഞ്ഞു, ഇശ്റബ് യാ റസൂലല്ലാഹ്, കുടിക്കൂ നബിയേ, അള്ളാഹുവിന്റെ ദൂതരെ. ഇശ്റബ്, ഇനിയും കുടിച്ചോളൂ. ഇശ്റബ്, ഇനിയും കുടിക്കൂ നബിയേ. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ദാഹവും വിശപ്പും നബി തങ്ങൾക്ക് മാറി എന്ന് വന്നപ്പോൾ ലഹിഖ്തു, ഞാനങ്ങ് ചിരിച്ചു എന്ന് പറഞ്ഞു മിഖ്ദാദ് എന്നവര്. ഞാൻ എന്നിട്ട് ഇസ്തൽഖൈതു അലാ ഖഫായ, ഞാൻ പള്ളിയിൽ മലർന്നങ്ങോട്ട് വീണു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് വീണു. പുണ്യനബി ചോദിച്ചു, യഹ്ദാ സൗആതിക യാ മിഖ്ദാദ്, പള്ളിയിൽ മലർന്ന് കിടന്ന് ചിരിച്ചു ഉരുണ്ട് മറിയുമ്പോ നബി ഞങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ, നിങ്ങളുടെ വസ്ത്രം ഔറത്ത് കണ്ടുപോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. നിങ്ങളുടെ ഔറത്ത് നോക്കണേ, ഔറത്ത് നോക്കണേ. അപ്പൊ നബി തങ്ങളോട് പറയുന്നു, നബിയേ, ഉണ്ടായ കഥ പറയാം. അങ്ങയുടെ പാല് കുടിച്ച ആള് ഞാനാ നബിയേ. പേടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങ് എനിക്കെതിരെ ദുആ ചെയ്യുമോ? അങ്ങ് ദുആ ചെയ്തല്ലോ, എനിക്കാര് ഭക്ഷണം നൽകുന്നുവോ അവർക്ക് ഭക്ഷണം കൊടുക്കണേ റബ്ബേ. ആ പ്രാർത്ഥനയുടെ പ്രതിഫലം എനിക്ക് വേണം. തങ്ങൾ പറഞ്ഞു, നിന്റെ 2 കൂട്ടുകാർ ഉറങ്ങുന്നില്ലേ, അവരെയും വിളിക്ക്, പാലുണ്ടല്ലോ. വേണ്ട നബി, അവര് രാവിലെ കുടിച്ചാൽ മതി. എന്റെ റസൂൽ അങ്ങ് കുടിച്ചാൽ അത് മതി എനിക്ക്. അങ്ങയുടെ പ്രാർത്ഥന എനിക്ക് വേണം. അവരൊക്കെ അവരുടെ ഓഹരി കുടിച്ച് കിടന്നവടാ നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, ലാ ഉബാലി മൻ ശരിബ ബഅദക ബഅദമാ ശരിബ്ത യാ റസൂലല്ലാഹ്, അങ്ങ് കുടിച്ചാൽ മതി നബിയേ. പുണ്യ നബിയാണെങ്കിലോ അവിടുത്തെ ഭക്ഷണം എടുത്ത് കുടിച്ച ഒരാളെ ഒന്ന് വേദനിപ്പിക്കുക പോലും ചെയ്യാത്ത വിധം അള്ളാഹുവിനോട് റഹ്മത്തിന് ദുആ ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് ഉസ്താദുമാരൊക്കെ ഭക്ഷണം കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ അത്ഇമ്മൻ അത്അമനാ വസ്ഖിമൻ സഖാനാ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ റബ്ബേ. കുടിക്കാൻ തന്നവർക്ക് നീ സ്വർഗത്തിലെ പാനീയം കൊടുക്കണേ റബ്ബേ. അതെന്തൊരു വലിയ മഹത്വമാണ്. നമ്മുടെ നാടുകളിൽ ദർസ് നടക്കുമ്പോൾ ഓരോ വീടുകളിൽ നിന്ന് ഭക്ഷണം കൊടുത്തിരുന്ന സമ്പ്രദായങ്ങൾ ഇന്നുമുണ്ട്. എത്രയോ കാലങ്ങളായി ആ വീട്ടുകാർക്ക് വേണ്ടി മുതഅല്ലിമീങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയുടെ മഹത്വം എത്രയാണെന്നറിയുമോ? ഹബീബ് പഠിപ്പിച്ച ദുആയാണത്. അല്ലാഹുമ്മ അത്ഇമ്മൻ അത്അമനാ വസ്ഖിമൻ സഖാനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അന്നപാനീയങ്ങൾ തന്നവർക്ക് നീ പകരം കൊടുക്കണമേ എന്നാണ് അതിന്റെ പ്രാർത്ഥന. അതിന്റെ അർത്ഥം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഖ്ദാദ് എന്നവരുടെയോ കൂട്ടുകാരുടെയോ മനസ്സിനൊരു വേദന വരരുതേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ നബി തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുന്നത്. ഭാവങ്ങളെ, വേദനയെ, മനസ്സിന്റെ അവസ്ഥകളെ മനസ്സിലാക്കിയിരുന്നു നബി തങ്ങൾ. മദീന പള്ളിയിൽ ജമാഅത്തിന് വരുന്ന പ്രധാന വഴിയിൽ മലർന്നോ കമിഴ്ന്നോ കിടന്നിരുന്ന, വേദന കൊണ്ട് വിശപ്പ് കൊണ്ട് പുളഞ്ഞിരുന്ന സ്വഹാബിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ. അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഇന്നി കുൻതു ലഅഅ്തമിദു ബികബിദി അലൽ അർളി മിനൽ ജൂഅ. വിശപ്പ് കൊണ്ട് എന്റെ കരള് പോലും ചുരുട്ടിപ്പിടിച്ച് ഞാൻ എന്റെ വയറ് മടക്കി കിടക്കുമായിരുന്നു വഴിയോരങ്ങളിൽ. നാണമായിരുന്നു ആരോടെങ്കിലും ഒരു ഭക്ഷണം തരുമോ എന്ന് ചോദിക്കാൻ.
അതാ വരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, പുണ്യനബിയുടെ നിബിതങ്ങളുടെ സ്വഹാബിയും ആദ്യത്തെ ഖലീഫയുമായ ഹബീബിന്റെ സ്വാഹിബ് സിദ്ദീഖ് എന്നവരുടെ മുഖത്ത് നോക്കി എനിക്ക് വിശക്കുന്നു സിദ്ദീഖേ എന്ന് പറയാൻ മടിയുണ്ടായപ്പോ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഖുർആനിലെ ഇന്നൊരു ആയത്തുണ്ടല്ലോ, ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? എനിക്കതിന്റെ അർത്ഥമറിയാം. സിദ്ദീഖ് എന്നവർ ഞാൻ ആ ചോദിക്കുന്ന നേരത്ത് എങ്ങാനും എന്റെ അവസ്ഥ കണ്ട് വിശക്കുന്നുവോ അബൂ ഹുറൈറ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ. പക്ഷേ സിദ്ദീഖ് എന്നവർ എനിക്ക് ഉത്തരം പറഞ്ഞു തന്നു. സിദ്ദീഖ് എന്നവർ കടന്നുപോയി. ഞാൻ അവിടെ തന്നെ കടന്നു. രണ്ടാമത് വരുന്നു സാഹിബ് റസൂലില്ലാഹി ഷഹീദുൽ മിഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ എന്നവർ വന്നപ്പോഴേ അബൂ ഹുറൈറ തങ്ങൾ പറയാ, അതേപോലെ ഞാൻ ചോദിച്ചു, ഒരു ആയത്തെടുത്തിട്ട് അതിന്റെ അർത്ഥം എന്താണ് ഉമറേ? അപ്പൊ എനിക്ക് ആ തഫ്സീറൊക്കെ പറഞ്ഞു തന്നു. ഉമർ എന്നവരും കടന്നുപോയി. എന്റെ വിശപ്പിന്റെ അവസ്ഥ വരാർക്കും അറിഞ്ഞില്ല. പുണ്യനബിയാണ് പിന്നെ വരുന്നത്, റസൂലുള്ളാഹ് റഹ്മത്തുൽ ലിൽ ആലമീനാണ് കടന്നു വരുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മുഖത്ത് നോക്കി അബൂ ഹുറൈറ തങ്ങളോടൊരു ചോദ്യം. അബൂ ഹുറൈറ എഴുന്നേൽക്ക് അബൂ ഹുറൈറ, നിങ്ങൾക്ക് വിശപ്പുണ്ടല്ലേ? ഉണ്ട് നബിയേ, ഉണ്ട്, വിശക്കുന്നു. എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് കൈപിടിച്ച് കൊണ്ടുപോയി എന്റെ റസൂൽ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഒരു കപ്പ് പാല് കിട്ടിയത് നബി തങ്ങൾക്ക്. ആ ഒരു കപ്പ് പാല് കിട്ടിയപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? മദീന പള്ളിയിൽ മുതഅല്ലിമീങ്ങളായ 300ഓളം സ്വഹാബിമാരുണ്ട്. അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, അബൂ ഹുറൈറ, സുഫത്തിന്റെ അഹ്ലുകാരെന്ന് പറയുന്ന മദീനയിലെ മുതഅല്ലിമീങ്ങൾക്ക് ഈ പാല് കൊടുക്കണം. അബൂ ഹുറൈറ തങ്ങൾ പറയാ, ഞാനോ വിശന്നിട്ട്, റസൂലുള്ളാഹി തങ്ങളും വിശന്നിരിക്കുകയാണ്. ഒരു കപ്പ് പാലേ കയ്യിലുള്ളൂ. അത് 300 ആൾക്ക് ഓഹരി വെച്ച് കൊടുത്താൽ എനിക്കുണ്ടോ റസൂലുള്ളാഹിക്കുണ്ടോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകൾക്ക് കുടിക്കാൻ കിട്ടുമോ? ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തിനാ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം? ഇന്നമാ അന റസൂലു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനല്ലയോ ഞാൻ? തങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്താൽ മതിയല്ലോ. പള്ളിയിൽ ചെന്നു. 300 ആളുകളും സഫായി വന്നു ഹബീബിന്റെ വീടിന്റെ മുന്നിൽ. 10 പേരോട് കടക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, നാവിൽഹു, അബൂ ഹുറൈറ നിങ്ങൾ കുടിക്കാൻ കൊടുക്കിൻ ആ കപ്പ് പാല്. ഓരോരുത്തരും ചുണ്ട് വെച്ച് കുടിച്ചു. 300 പേർ. ഹബീബിന്റെ മുഅ്ജിസത്ത് നടക്കുകയാണ്, അത്ഭുതം നടക്കുകയാണ്. 300 പേർ കുടിച്ചിട്ടും ആ പാല് തീരാതെ നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ ബഖീതു അന വ അൻത, ഞാനും നിങ്ങളുമാണ് ഇപ്പോൾ ബാക്കിയായത്, കുടിക്കിൻ അബൂ ഹുറൈറ. അവര് പറഞ്ഞു, നബിയെ അങ്ങ് കുടിക്കിൻ. വേണ്ട അബൂ ഹുറൈറ നിങ്ങൾ കുടിക്കിൻ. അങ്ങനെ തങ്ങൾ പറഞ്ഞു, ഇശ്റബ്, കുടിക്കിൻ. ഞാൻ കുടിച്ചു. പാല് തീരുന്നില്ല. എന്റെ വിശപ്പ് തീർന്നു, ദാഹം തീർന്നു. എന്നോട് മാസാല യഖൂലു ലി ഇശ്റബ് ഇശ്റബ് യാ റസൂലല്ലാഹി ലാ അജിദു ലഹാ മസ്ലക, നബിയേ ഇനി എന്റെ വയറ്റിൽ സ്ഥലമില്ല എന്ന് പറയാൻ മാത്രം ഞാൻ എന്റെ വയറ് നിറഞ്ഞുവെന്ന് നബിയോട് പറഞ്ഞു. സുമ്മ ശരിബ റസൂലുള്ളാഹ്, അത് കഴിഞ്ഞ് പുണ്യ നബി കുടിച്ചു. അവസാനം അതായിരുന്നു നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ സ്ഥാപനം, അതല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഉള്ള പള്ളി ദർസുകള്, മക്കള് താമസിച്ച് പഠിക്കുന്ന ഇടങ്ങൾ, നമ്മുടെ വീടുകളിൽ വിശേഷപ്പെട്ട ഒരു സൽക്കാരമോ കല്യാണമോ നടക്കുമ്പോൾ നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് ആ ദിവസം അവർക്കുള്ള ഭക്ഷണം നമ്മുടെ വകയായിരിക്കട്ടെ എന്ന് തീരുമാനിക്കുമ്പോൾ വലിയ ഭാരമുണ്ടാവില്ല. 1000-ഓ 2000-ഓ ആൾക്ക് ഭക്ഷണം വെക്കുമ്പോ ഒരു 100 മുതഅല്ലിമീങ്ങൾക്ക് നമ്മുടെ വകയാകട്ടെ ഭക്ഷണം. എത്ര എളുപ്പമായിരിക്കും അത്. നമ്മുടെ വീടിന്റെ വിഷയം നമ്മൾ ഓർക്കുമ്പോൾ നാടിന്റെ ഇൽമിന്റെ സുഫത്തിന്റെ അഹ്ലുകാരെ പുണ്യനബി ഓർത്ത പോലെ ഈ സ്ഥാപനം നമ്മുടെ മനസ്സുകളിൽ വേണം. അത് നമ്മുടെ ജീവിതത്തിന്റെ, ദീനിന്റെ, നമ്മുടെ ആഖിറത്തിന്റെ ഭാഗമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഖം നോക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബി മദീനയിലേക്ക് വന്നു. ആ സ്വഹാബിക്ക് വാഹനമില്ല, തിരിച്ചു പോകാൻ
അദ്ദേഹം തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കുന്നത് നിബിധങ്ങൾ കാണുന്നു. എന്നാൽ ആ മനുഷ്യന്റെ ആവശ്യം വാഹനമാണെന്ന് നിബിധങ്ങൾ തിരിച്ചറിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാ പുണ്യ നിബിധങ്ങൾ പറയുന്നത്, മൻ കാന മഅഹു ഫദ്ലു ളുഹ്റിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ ളുഹ്റ ലഹ്. നിങ്ങളിൽ ആർക്കെങ്കിലും 2 വാഹനമുണ്ടെങ്കിൽ ഉപയോഗിക്കാത്തത് ആവശ്യക്കാരായ ആളുകൾക്ക് കൊടുക്കണമേ. ആരുദ്ദേശിച്ച് പറഞ്ഞെന്നറിയോ? ഏതോ ഒരു നാട്ടുകാരനായ സ്വഹാബി. അദ്ദേഹം എനിക്ക് വാഹനം വേണമെന്നൊന്നും തങ്ങളോട് പറഞ്ഞിട്ടില്ല, പക്ഷേ തങ്ങളത് തിരിച്ചറിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ, ആ ഒരു വിദേശിയായ മനുഷ്യൻ എനിക്കിത് വേണമെന്ന് പറയാൻ മടിക്കുന്നതാകാം. അതുകൊണ്ട് ഹബീബ് മദീന പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആർക്കെങ്കിലും എക്സ്ട്രാ വാഹനമുണ്ടെങ്കിൽ, ആവശ്യമില്ലാതെ നിങ്ങൾ ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കണമേ. വമൻ കാന ലഹു ഫദ്ലു സാദിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ സാദ ലഹ്. നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഭക്ഷണമുണ്ടെങ്കിൽ ഭക്ഷണമില്ലാത്തവർക്ക് കൊടുക്കണമേ. നോക്കണം, അള്ളാഹുവിനെ വിചാരിച്ച് പുണ്യനബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ മഅനയൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര മൂല്യവത്തായ ചിന്തകളാണ് ഒരു സമൂഹത്തിൽ, ഒരു നാടിൽ സമാധാനമുണ്ടാവാൻ, ഒരു നാടിൽ പിടിച്ചുപറിയില്ലാതിരിക്കാൻ, മോഷണമില്ലാതിരിക്കാൻ, അസൂയയും പകയുമില്ലാതിരിക്കാൻ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷണം നിങ്ങളുടെ പരിസരങ്ങളിലുള്ള ഭക്ഷണം കിട്ടാത്തവർക്ക് കൊടുക്കണമേ. വമൻ കാന ലഹു, ഹബീബായ നബി തങ്ങൾ പറയാൻ തുടങ്ങി, ഓരോന്നും നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കണേ എന്ന്. സമ്പത്തിന്റെ ഓരോ ഐറ്റവും നബി തങ്ങൾ എടുത്തു പറയുകയും നബി തങ്ങൾ ഫദകറ മിൻ അസ്നാഫിൽ മാലി മാ ദകറ ഹത്താ റഅയ്നാ അന്നഹു ലാ ഹഖ്ഖ ലനാ ലിഅഹദിൻ മിന്നാ ഫീ ഫദ്ലിൻ ഷൈ. നമുക്ക് ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളതിൽ നമുക്ക് അവകാശമില്ല, അത് ഇല്ലാത്തവരുടെ അവകാശമാണെന്ന് ഞങ്ങൾക്ക് ബോധിക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബിമാർ ആർക്ക് വേണ്ടി? ഒരു മനുഷ്യനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. പക്ഷേ ആ മനുഷ്യന് വേദനിക്കാതിരിക്കാൻ, ആ മനുഷ്യനത് ചോദിക്കുന്നത് മടിയായിരിക്കും. ചോദിക്കാതെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക. നമ്മൾക്കത് സാധ്യമാണെങ്കിൽ, ഒരു വാക്കുകൊണ്ടാണെങ്കിൽ വാക്കുകൊണ്ട് ആശ്വാസം നൽകുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുഃഖവും സങ്കടങ്ങളും ജീവിതത്തിന്റെ അനിവാര്യതയാണ്. പ്രയാസങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. നമുക്കറിയുമോ, വീട്ടിൽ റേഷന്റെ അരിയില്ലാതെ നമ്മുടെ റസൂൽ താടിക്ക് കൈകൊടുത്ത് സങ്കടപ്പെട്ടിരുന്ന ഒരു ദിവസം ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ഇനി എന്തൊക്കെ ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ കേരളത്തിൽ പട്ടിണി കിടക്കുന്ന ദാരിദ്ര്യം, അരി വെക്കാൻ റേഷൻ കിട്ടാത്ത ഒരു വിഷമം നമ്മുടെ നാട്ടിലുണ്ടോ? വളരെ കുറവല്ലേ? ഇല്ല എന്ന് പറയലല്ലേ ശരി. നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിതരായിരിക്കുകയാണ്. നബി തങ്ങളുടെ ഭാര്യമാർ, ചില ആളുകൾ പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് അങ്ങയുടെ കൂടെ പട്ടിണി കിടന്ന് ജീവിക്കാൻ പ്രയാസമുണ്ട് നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാജിമൻ സാകിതാ, ഹബീബിന്റെ ഭാര്യമാർ ചുറ്റുമുണ്ട്. നബി തങ്ങൾ താടിക്ക് കൈകൊടുത്ത് തലതാഴ്ത്തി മൗനിയായി നിൽക്കുന്നത് കാണുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഒരു മനസ്സാണ്, ഒരു ശരീരമാണ്, ഒരു ഉമ്മത്താണ്. അതുകൊണ്ട് നമ്മിൽ ഒരാളുടെ വേദന നമ്മുടെ വേദനയാണ്, അവരുടെ വിഷമം നമ്മുടെ വിഷമമാണ്. ഒരാളുടെ സങ്കടത്തിൽ നമ്മൾ പങ്കുചേരണം, അവരുടെ സങ്കടം ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണം. ഇവിടെ ഒരു മാതൃക ചെയ്യുന്നു ഹബീബിന്റെ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സമരം എന്നൊന്നും ഇതിനെ വിളിക്കാൻ പാടില്ല, പക്ഷെ ഒരു തമാശക്ക് അങ്ങനെയൊക്കെ പറയും, നബി തങ്ങളുടെ ഭാര്യമാർ അങ്ങനെ സമരം ചെയ്തു. സമരമല്ലാതെ അവര് കാര്യം പറഞ്ഞു, നബിയെ, പട്ടിണി കിടക്കുകയാണ്, ഞങ്ങള് പട്ടിണിയാണ്, ഒന്നുമല്ല, വിശപ്പടക്കാൻ ഗോതമ്പോ അരിയോ എന്തെങ്കിലും വേണം നബിയെ, പച്ചവെള്ളം കുടിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല നബിയെ, ഈത്തപ്പഴം കഴിച്ച് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചു, ഇവിടെ നിന്നങ്ങോട്ട് ഒരു ദിവസം ഒരു നേരം
ഒരു റൊട്ടിയോ ഗോതമ്പോ ബാർലിയോ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടേ? നബിയെ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, പട്ടിണിയാണ്, ഇങ്ങനെയുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് പ്രയാസമാണ്. അവിടെയാണ് ഭാര്യമാരെ തൊലാക്ക് ചൊല്ലിയിട്ട് പറഞ്ഞേക്കണോ അല്ല അവര് കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് ഹബീബായ നബി തങ്ങൾ ചോദിച്ച ഒരു നേരമുണ്ടവരോട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു, ലഅഖൂലന്ന ശൈഅൻ ഉദ്ഹികു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ചിരിപ്പിച്ചുകൊണ്ടേ ഇനി പോവുകയുള്ളൂ. സങ്കടപ്പെടുന്ന നബിയെ ഞാനൊന്ന് ചിരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഉമർ എന്നവരുടെ മകൾ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. യാ റസൂലല്ലാഹ്, നബിയേ, ലൗ റഅയ്ത ബിൻത ഖാരിജ, നബിയേ, ഖാരിജയുടെ മകൾ എൻ്റെ ഭാര്യ, അവളെങ്ങാനും സഅലതിനി അന്നഫഖ, എനിക്ക് ചെലവ് വേണം, എനിക്ക് ചെലവിന് വേണം എന്ന് എന്നോട് പറയുകയായിരുന്നുവെങ്കിൽ, ഫഖുംതു ഇലൈഹാ ഫവജഅതു ഉനുഖഹാ, എന്നോട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യയായ ബിൻതു ഖാരിജയുടെ കഴുത്തിന് ഞാൻ അടിക്കുമായിരുന്നു നബിയേ. മാ റഅയുക ഫീ ഹാദാ തസറുഫ്, നബിയേ, എന്നോട് എൻ്റെ ഭാര്യയായ ബിൻതു ഖാരിജ ഇങ്ങനെ സമരം ചെയ്യുകയോ എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ല അടിവെച്ചു കൊടുക്കുമായിരുന്നു നബിയേ എന്ന് ഹബീബിനോട് പറഞ്ഞപ്പോ ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹുന്ന ഹൗലി യസ്അൽനനി അന്നഫഖ, ഉമറേ, അവരുടെ ചെലവാണ് അവരെന്നോട് ചോദിക്കുന്നത്, ന്യായമാണ് ചോദിക്കുന്നത്. ഇത് അടിക്കേണ്ട കേസല്ല, ഇത് ദേഷ്യപ്പെടേണ്ടതല്ല, അവരുടെ അവകാശമല്ലേ, അതവരെന്നോട് ചോദിക്കുന്നു, എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, യാ നിസാഅൻ നബി, പുണ്യ നബിയുടെ പെണ്ണുങ്ങളെ, ഇൻ കുൻതുന്ന തുരിദുന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പരലോകവുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ക്ഷമയോടെ ഹബീബിന്റെ കൂടെ നിങ്ങൾക്ക് നിൽക്കാം. അതല്ല, നിങ്ങൾക്ക് ഐഹികമായ ഈ ലോകത്തിന്റെ സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, നിങ്ങളെ ഞാൻ മനോഹരമായി നിങ്ങളുടെ ത്വലാഖ് ചൊല്ലി നിങ്ങളെ ഞാൻ വിട്ടയച്ചു തരാം. എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങൾ ഇങ്ങോട്ട് വരിൻ. ഒറ്റക്ക് വിളിച്ചു. നബി തങ്ങളെ വീടിന്റെ ഒരു മൂലയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നബിയേ, അല്ലാഹു വേണോ റസൂല് വേണോ, അല്ല നിങ്ങൾക്ക് ചെലവ് വേണോ എന്നല്ലേ ചോദ്യം. ഇന്നി യഖ്തർതുല്ലാഹ വറസൂലഹു, തങ്ങൾ പറഞ്ഞു, ആയിഷ, നിങ്ങളുടെ ഉമ്മയോടും ഉപ്പയോടും ഈ വിഷയം ചർച്ച ചെയ്തിട്ടൊരു മറുപടി നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. വിശപ്പോടെ പട്ടിണിയോടെ എൻ്റെ കൂടെ ജീവിക്കണോ? എനിക്ക് പട്ടിണിയാണെങ്കിൽ നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാകും. എനിക്ക് ഭക്ഷണമുണ്ടോ? നിങ്ങൾക്ക് ഞാനത് കൊണ്ടുതരും. എന്നാൽ എന്നെ കൊണ്ട് കഴിയാത്തത് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണിപ്പോ. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾക്ക് വേറെ ജീവിതമാവാം. നിങ്ങൾക്കത് വേണോ? തആലൈന, ആയിഷ ബീവി, നിങ്ങളൊന്നും ധൃതിപ്പെട്ടൊന്നും പറയണ്ട കേട്ടോ. നിങ്ങളുടെ ഉമ്മയോട്, ശ്രദ്ധിക്കുന്നവരോട്, ഉപ്പയോട് സമ്മതം ചോദിച്ച് ചർച്ച ചെയ്തിട്ട് മറുപടി പറഞ്ഞാൽ മതി. ആയിഷ ബീവി അങ്ങ് കയറി പറഞ്ഞു, നബിയേ, അള്ളാന്റെ റസൂല് വേണോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉപ്പയോട് ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഒരു ബുദ്ധിക്കുറവൊന്നും എനിക്കില്ല നബിയേ. അവരാരോടും ചോദിക്കാതെ തന്നെ ഞാൻ പറയുന്നു, ഇഖ്തർതുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹും അവന്റെ റസൂലും മതി. ഇത്ര ചെറിയ പ്രായമായിരുന്നു ആയിഷ ബീവി ഇത് പറയുമ്പോ. 18 വയസ്സല്ലേ ഉള്ളൂ ആയിഷ ബീവിക്ക് റളിയല്ലാഹു അൻഹ. ആ നേരം ബീവിക്ക് തോന്നിയത് ഹബീബിന്റെ കൂടെ ജീവിക്കണം, ഏത് പ്രയാസം സഹിച്ചുകൊണ്ടും. എന്നിട്ട് ആയിഷ ബീവി പറഞ്ഞു, നബിയേ, ഞാൻ ഇതാണ് അങ്ങയോട് പറഞ്ഞത് എന്ന് മറ്റു ഭാര്യമാരോട് പറയരുത് കേട്ടോ എന്ന്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ആയിഷ ബീവി ചെറുപ്പകാലത്ത് വിവാഹം ചെയ്തു പോയി, നബി തങ്ങളുടെ കൂടെ കുടുംബജീവിതം ആരംഭിച്ചു എന്ന് പരാതി പറയുന്ന ആളുകളൊന്നറിയണം.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സന്തുഷ്ടയായിരുന്നു ആ ജീവിതത്തിൽ. ആയിഷ ബീവിക്ക് പരാതി ഇല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾക്ക് പരാതി? ആയിഷ ബീവി പരാതിപ്പെട്ടിട്ടില്ലല്ലോ. ആയിഷ ബീവിക്ക് വേണ്ടത് റസൂലിനെയാണ്, ഹബീബിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ എനിക്ക് ഒറ്റക്ക് വേണം, ഹബീബിന്റെ കൂടെ ഞാൻ മാത്രം മതി എന്ന് ആഗ്രഹിച്ചവരാണ് ആയിഷ റളിയല്ലാഹു അൻഹ. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ വേണോ വേണ്ടേ എന്ന ചോദ്യത്തിൽ എനിക്കങ്ങ് വേണം എന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞ മറുപടി വേറെ പെണ്ണുങ്ങളോട് പറയരുത് നബിയേ. തങ്ങൾ പറഞ്ഞു, ആയിഷ ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും. അവർ ചോദിച്ചു, ആയിഷ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആയിഷന്റെ കൂടെ നിൽക്കുകയാണ്, അത് ഞാൻ പറയും കേട്ടോ. നബിയേ ചോദിക്കാതെ പറയരുത് കേട്ടോ, ഇതിന്റെ സ്വകാര്യമാണ് എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അതായിരുന്നു ഹബീബും അവിടുത്തെ കുടുംബവുമുള്ള ജീവിതം റളിയല്ലാഹു തആല അൻഹാ. സങ്കടങ്ങളിൽ കൂടെ നിൽക്കാൻ പറ്റണം. പെൺകുട്ടികൾ അത് മനസ്സിലാക്കണം. കല്യാണം കഴിഞ്ഞ് 6 മാസം കൊണ്ട് ത്വലാഖ് വേണമെന്ന് പറയുന്ന എത്രയോ നമ്മുടെ ന്യൂജൻ പുതിയ പെണ്ണുങ്ങളും പുതിയാപ്പിളമാരുമുണ്ട്.